Hello. Assalamu alaikum warahmatullah. Alhamdulillah. Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inu alayhi. Wa na'udhu billahi min shururi anfusina. Amma ba'd. ഒരു സംശയം ചോദിച്ചത് കണ്ണെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ടോ എന്നത്. ഞാൻ ഒരിക്കൽ എപ്പോഴോ ഖത്തറിലുള്ള സമയത്താന്ന് തോന്നുന്നത് ഈ വിഷയം എടുത്ത സമയത്ത് ആരോ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. വിരോധിച്ചതായതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ഒന്നുകൂടി നോക്കിയിട്ട് ഉറപ്പ് വരുത്തി പറഞ്ഞു തരാം. കാരണം ഇപ്പോഴത്തെ എന്റെ സാഹചര്യം അതാണ്. മറവികൾ വന്നു പോകുന്നുണ്ട്. ആട്ടെ, നമ്മൾ ക്ലാസ് തുടരുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായ ഒരു ക്ലാസ്സാണ്. അപ്പോ യാത്ര കഴിഞ്ഞ് വന്ന ആരോഗ്യസ്ഥിതി പൂർണ്ണ രൂപത്തില് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഏതാണ്ട് അങ്ങനൊക്കെ തന്നെയാണ്. എന്നാലും മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് സൂറത്തുൽ ബഖറയിലെ 244 ആയത്താണ് ഓതി നിർത്തിയിരുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ വളരെ വലിയ മിന്നടിച്ചിട്ട് എല്ലാ ലൈനും, നെറ്റിന്റെ എല്ലാ ലൈനും പോയി. എന്താ BSNL ലൈനുണ്ട്, മോഡുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ആ ക്ലാസ് നിർത്തേണ്ടി വന്നത്. അപ്പോ ചിലപ്പോഴൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ, ആ കാര്യം പറഞ്ഞത് വേണ്ടത്ര ശരിയായില്ലയോ, പറയേണ്ടതൊന്നും പറഞ്ഞില്ലയോ എന്നൊക്കെ ഇങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. അത് പല മനുഷ്യന്റെ സാഹചര്യങ്ങള് ചുവടുകൾക്കുണ്ട്. അതുപോലെ ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു സംഭവം, ഏത് 243 ആയത്തില് അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗതി ഫഖാല ലഹുമുല്ലാഹു മൂതൂ സുമ്മ അഹ്യാഹും ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ എന്ന ആയത്ത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഖുർആനിന്റെ ഒരു സവിശേഷത, അതിലെ ഓരോ ഭാഗവും, ഒരു ചെറിയ ഭാഗവും എന്തെങ്കിലും കൂടുതലായ ആശയങ്ങൾ നൽകുന്നവയാണ്. ആ വിധത്തിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ തലയാണല്ലോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അതിന്റെ ആ പ്രോസസ്സിങ്ങിൽ ചിലപ്പോഴുണ്ടാകുന്ന ചില പ്രയാസങ്ങളാണ്. എന്തായാലും ഇന്നിപ്പോ ആയത്തിൽ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ് എന്ന്, ഏതൊരു നാട്ടിലെ ഒരു കൂട്ടം ആളുകൾ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് വീട് വിട്ടിറങ്ങി. പക്ഷെ അവർക്ക് മരണം സംഭവിച്ചു. പിന്നീട് അള്ളാഹു അവരെ പുനരുജ്ജീവിപ്പിച്ചു. അള്ളാഹു വളരെ ഔദാര്യവാനാണ്. പക്ഷെ മിക്ക ആളുകളും നന്ദി കാണിക്കാത്തവരാണ്. ഇതാണ് വിഷയം. അപ്പൊ ഈ വിഷയത്തെ പറ്റി ഓർമ്മിപ്പിക്കാൻ, ബാക്കി നിർത്താൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഏതാണ് എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ലാത്ത സംഭവങ്ങൾ, ഏതാണ് ആ നാടെന്നോ ഏതാണ് ആ രാജ്യമെന്നോ ഏതാണ് കാലമെന്നോ പറഞ്ഞു തരാത്ത ഈ തരം വിഷയങ്ങളിലാണ് സാധാരണ കഥാകാരന്മാര്, ഭാവനാസമ്പന്നരായ ആളുകള് പല കഥകളും പറഞ്ഞുണ്ടാക്കുകയും മെനക്കെട്ട് പടച്ചുണ്ടാക്കുകയും ചെയ്യാറ്. ഇതിവിടെ മാത്രമല്ല, എല്ലാറ്റിനും. ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറയുന്ന സമയത്ത് ഒരു മരം എന്ന് പറഞ്ഞു, ഏതാണ് ആ മരം എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതാണ് അവസ്ഥ. അങ്ങനെ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ കൃത്യമായി ഇന്നത് എന്ന് നിജപ്പെടുത്തി പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ ആളുകൾ അവരുടെ ഭാവനക്കനുസരിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാകും. എന്നിട്ട് ഈ 1400 കൊല്ലങ്ങൾക്കിടയിൽ ഒരുപാട് മഹാപണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് സാധാ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്,
ഒരുപാട് കഥാകാരന്മാരും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് രസിപ്പിക്കുന്ന ആളുകൾ വന്നു പോയിട്ടുണ്ട്. പിന്നെ ഉപദേശികൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം ആളുകൾ. ഉപദേശികൾ എന്ന് പറഞ്ഞാല് ആളുകൾക്ക് സദാചാരബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പടച്ചുണ്ടാക്കി പറയുന്ന ആളുകൾ. നമ്മളെ കാലത്തുണ്ട് അത്തരം കിതാബുകളും അത്തരം പ്രചരണങ്ങളും ഒക്കെ. അതൊരു തെറ്റായി കാണില്ല അവർ അത്തരം വിഷയങ്ങൾ നുണ പറയുന്നിടത്ത്. അങ്ങനത്തെവര്. പിന്നെ ഈ ഇസ്രായേലി ജൂത കഥകളിൽ, ജൂത ക്രൈസ്തവ കഥകളിൽ, ഇതിഹാസങ്ങളിൽ കുറെ കഥകളുണ്ട്. അപ്പൊ അതിലേതെങ്കിലുമൊക്കെ ഇതിന് സമാനമായി തോന്നുമ്പോ ആ ആയത്തും ആ ബൈബിൾ കഥകളെ ഇതിനുമായി ബന്ധിപ്പിച്ച് പറയുന്നവര് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ മേഖലയിൽ. അപ്പൊ അവരൊക്കെ ഈ തരം കാര്യങ്ങളെ, ഈ ഖുർആൻ ആയത്തുകളെ ഈ വിധത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കും. പറഞ്ഞതിന് ചുരുക്കം, ഖുർആനിലോ ഹദീസിലോ സൂചിപ്പിച്ച ഒരു സംഭവം നാളും ചരിത്രവും ആളെയും വ്യക്തമായി പറയാതെ പോയവ, ആ സ്ഥലങ്ങളിൽ കണ്ടമാനം അഭിപ്രായങ്ങൾ പറയുകയും ഇതാണ് എന്ന്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് നിജപ്പെടുത്തി പറയാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പലരും, ചിലര് അബദ്ധവശാൽ, ചിലര് മനഃപൂർവ്വം, ചിലർ കളികളായിട്ട് തമാശയായിട്ടൊക്കെ പറഞ്ഞു വെച്ചവരുണ്ടാവും. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് പല പ്രസംഗങ്ങളിലോ പല ലേഖനങ്ങളിലോ പല വാട്സപ്പ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ ഇടവരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ചെയ്യേണ്ട ഒരു കാര്യം, അതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ഈ ആയത്ത് കൊണ്ട്, ഏതോ ഒരു ആയത്ത്, ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് ഒന്നുകിൽ ആര് പറയണം? വിശുദ്ധ ഖുർആൻ പറയണം മറ്റൊരായത്തിൽ, അല്ലെങ്കിൽ ആര് പറയണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇവ രണ്ടുപേരും പറയുമ്പോഴാണ്, ഖുർആനിലോ സുന്നത്തിലോ ഉള്ളപ്പോഴാണ് നമ്മൾ സ്വീകരിക്കൽ ബാധ്യതയാകുന്നതും വിശ്വസിക്കൽ നിർബന്ധമാകുന്നു. എന്നാൽ സഹാബ കിറാമുകളിലേക്ക് ചേർക്കപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. ഈ സഹാബ കിറാമുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ആളുകള് ഖുർആനിന്റെ തർജുമാൻ, ഖുർആൻ വിശദീകരിക്കാൻ കഴിവുള്ള വ്യക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹമൊക്കെ ഖുർആനിന്റെ ആയത്തുകൾക്ക് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടവയാണ്, പലതും അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തവയാണ്. അതായത് കളവായി പല സഹാബികളിലേക്കും പല സംഭവങ്ങളും ചേർത്ത് പറയപ്പെടുന്നുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയപ്പെട്ട സംഭവങ്ങളും കഥകളും പരിശോധിക്കാനോ നിജപ്പെടുത്താനോ ഏറെക്കുറെ നമുക്ക് സാധ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ മുന്നിലുണ്ട്. എന്നാൽ ഇതേ വിധത്തിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസിലേക്കാവട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാവട്ടെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിലാവട്ടെ, ഇവരിലേക്കൊക്കെ ചേർക്കപ്പെട്ട് പറയപ്പെടുന്ന വാർത്തകളോ അഭിപ്രായങ്ങളോ ഒക്കെ അവരുടേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന വിധത്തിലുള്ള പരിശോധനകളോ സംവിധാനങ്ങളോ നിലവിലില്ല. അപ്പൊ നമുക്ക് അതെന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ആ ഉദ്ധരണികൾ പറയുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് പലപ്പോഴും സ്വീകരിക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പോ ഇമാം ബുഖാരി, ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വിഷയത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഇന്നൊരു അഭിപ്രായമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏതാണ്ട് വിശ്വസിക്കാൻ പറ്റും. കാരണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അത്ര നിഷ്കർഷ ഉദ്ധരണികളിലും സ്വീകരിക്കുന്നിടത്തും പാലിച്ച വ്യക്തിയാണ്. എന്നാൽ നേരെ മറിച്ച് അങ്ങനെ പാലിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അഭിപ്രായങ്ങൾ പലയിടത്തും പ്രചാരത്തിലുണ്ടാവും. അപ്പൊ ഇത് ഒരു ബോധം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം എന്നർത്ഥം. ഏത്? ഈ അഭിപ്രായങ്ങൾ, ഇതിപ്പോ മതപരമായ വിഷയങ്ങളെ പറ്റിയുണ്ട്, ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് പാട്ടിനെ പറ്റിയാണ്, ഇത് സംഗീതത്തിനെ പറ്റിയാണ്, അത് താടിയെ പറ്റിയാണ്, ഇത് ഫോട്ടോയെ പറ്റിയാണ്, ഇങ്ങനെ പല ആയത്തുകളെ പറ്റിയും പലരും പറഞ്ഞതായി കേൾക്കുന്ന അഭിപ്രായങ്ങൾ കാണാറുണ്ട്. പക്ഷെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ, ചെറിയ ആളാണ് ഞാനൊക്കെ, നമ്മൾ മനസ്സിലാക്കുന്നു അവരതല്ല പറഞ്ഞത്, ആ വിധത്തിലല്ല പറഞ്ഞത്, വെറുതെ അവരിലേക്ക് ചേർക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഖുർആൻ ആ വിഷയത്തെ പറ്റി പറഞ്ഞെങ്കിൽ സ്വീകരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സ്വീകരിക്കുക. സഹാബ കിറാമിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു എന്ന അഭിപ്രായം വിശ്വാസയോഗ്യമാവുമ്പോൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. മറ്റൊരു കാര്യം, ഖുർആൻ പൊതുവെ പറഞ്ഞു വെച്ച തത്വങ്ങൾക്ക് ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. എന്താണത്? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റാർക്കും അറിയില്ല, അള്ളാഹു അത് അറിയിച്ചു കൊടുക്കും അവന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർക്ക് മാത്രം, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഗൈബുകൾ ഇങ്ങനെ മൊത്തത്തിൽ കിനാവുകളായി ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നൊരു സംവിധാനമൊന്നും ദീനിലില്ല.
ഇങ്ങനെ തുടങ്ങിയുള്ള തത്വങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യാനൊക്കെ, മനസ്സിലാക്കാൻ. എന്നുവെച്ചാ ഇങ്ങനെയൊക്കെയാ പലതും പ്രചരിപ്പിക്കപ്പെടുന്നത്. ഈ കഥകളൊക്കെ ഞാൻ ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിലെ സെഹറുമായി ബന്ധപ്പെട്ട ആയത്തിനെ പറ്റി പറയുന്നിടത്ത് ജൂപ്പിറ്റർ, വ്യാഴം എന്ന ശനി പിന്നെ ഗ്രഹത്തെ പറ്റിയും മറ്റൊരു ഗ്രഹത്തെ പറ്റിയും ഒക്കെ ബന്ധിപ്പിച്ച് പറഞ്ഞ ഒരുപാട് കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആളുകൾ അതിനെപ്പറ്റി കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കി എന്നതുകൊണ്ട് യഥാർത്ഥ വസ്തുത ഇല്ലാതാകുന്നില്ല. ഇതാണ് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോ ഈ അലന്തറയിലെ ഹറജും ഇന്ത്യാരി മുലൂഫുൻ എന്ന ആയത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ആയത്തിനെ പറ്റി വിശ്വാസയോഗ്യമല്ലാത്ത വിധത്തിലുള്ള എന്തോ വലിയ കഥകൾ, കെട്ടുകഥകളോ ഇതിഹാസം പോലത്തതോ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയാൽ ആ പറഞ്ഞുണ്ടാക്കപ്പെട്ട കഥയെ പിന്നെ അവഗണിക്കുക എന്നല്ലാതെ ഈ ആയത്തിനെ തന്നെ അവഗണിക്കാൻ പറ്റില്ല. മനസ്സിലെല്ലാം പറഞ്ഞ ചില അങ്ങനെയാ ചെയ്യാറ്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ ഒരു കെട്ടുകഥ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ആയത്തെ നമ്മൾ തള്ളിക്കളയുന്നു എന്ന വിധത്തിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. ഇതാണ് പറഞ്ഞതിന്റെ ആശയം. ഒരു കാര്യം അതാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാറുണ്ട്. മറ്റൊന്ന്, ഇവിടെ വളരെ പ്രധാനമായി അത്താഹിർ റളിയല്ലാഹുവിന്റെ ഒരു അഭിപ്രായമുണ്ട്, താബി പണ്ഡിതൻ. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ സംഭവം എവിടെ നടന്നു അല്ലെങ്കിൽ എന്നാണ് നടന്നത് എന്നൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? ഇതൊരു ഉപമാലങ്കാരമായി അള്ളാഹു പറഞ്ഞതായി കണക്കാക്കിയാൽ പോലെ. അലന്തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, ഇതല്ലേ പലരുടെയും അവസ്ഥ, ഇതല്ലേ സംഭവിക്കുക എന്ന മട്ടിൽ ഒരു അവതരണം. അതായത് 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും മരണത്തെ ഭയന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയും ഒടുവിൽ മരണം വരിക്കേണ്ടി വരികയും ചെയ്ത ചില ആളുകളൊക്കെ ഇല്ലേ? അങ്ങനെ ഒരാളെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, ഒരു ഉപമ സങ്കല്പിച്ചു നോക്കൂ. ഒരു ഉപമാലങ്കാരമായി പറഞ്ഞതാണ് എന്ന് കണക്കാക്കാവുന്നതാണ് എന്ന് അത്താ റളിയല്ലാഹുവിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വീക്ഷണം ഈ ആയത്തിന്റെ കൂടെ ഉണ്ട്. മറ്റൊന്ന്, അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞു എന്നാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആയത്താണ് ഞാൻ പറയുന്നത്. മരണപ്പെടുക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു മരിക്കൂ എന്ന് പറഞ്ഞാൽ മരണഭയത്താൽ വീട് വിട്ടോടിയ ആളുകളോട് നിങ്ങൾ മരിക്കിനടാ എന്ന് നേരെ പറഞ്ഞ് അള്ളാഹു അവരെ മരിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല അതിന്റെ ആശയം. പിന്നെ എന്തിൽ നിന്നാണോ അവർ ഭയപ്പെട്ടോടിയത്, അത് ശത്രുക്കളെ ഭയന്നിട്ടാണെങ്കിൽ ആ ശത്രുക്കളുടെ കൈകളാൽ അവർ കൊല്ലപ്പെട്ടു. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അവരോട് മരിക്കുക എന്ന് പറഞ്ഞു തന്നാൽ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ആളുകളെ ഒന്നായിട്ട് അള്ളാഹു ആ ഓടുന്ന നേരത്തങ്ങ് കൊന്നു തീർത്തു എന്നല്ല, മരിപ്പിച്ചു തീർത്തു എന്നല്ല. ഒന്നുകിൽ ശത്രുക്കളെ കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ മാറാ രോഗങ്ങളെ പറ്റിയുള്ള ഭയം. ആ ഭയത്താൽ അവർ വീട് വിട്ട് ഓടിപ്പോയപ്പോ അതേ കാരണത്താൽ അവർ മരിക്കട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചു എന്നാണ് ആ മൂത്തു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അള്ളാഹു അവരെ ജീവിപ്പിച്ചു എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. 2 വിശദീകരണങ്ങൾ ഇവിടെയൊക്കെ നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങളിലൊക്കെ ജീവിപ്പിച്ചു എന്ന് പറയുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിലുള്ളവയാണ് എന്ന വിധത്തിൽ തന്നെയാണ് ഖുർആനിന്റെ ആയത്തുകളുടെ ഘടന നിൽക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ അള്ളാഹു അവരെ മരിപ്പിച്ചു പിന്നീട് ജീവിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ അവരെ തന്നെ ജീവിപ്പിച്ചതാവാം, ഏതെങ്കിലും പ്രവാചകന്റെയോ മറ്റോ പ്രാർത്ഥനയാലാവാം, അല്ലെങ്കിൽ ആ തലമുറ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത ആ തലമുറയെ നശിപ്പിച്ച ശേഷം ആ തലമുറകളുടെ ശേഷമുള്ള ഒരു ജനതയെ അള്ളാഹു ജീവിപ്പിച്ചെടുത്തു, ഉയർത്തിക്കൊണ്ടുവന്നു എന്ന ആശയത്തിനാവുകയും ചെയ്യാം. ഇതാണ് ആ ആയത്തുകളെ പറ്റി പറയാനുള്ള വിഷയം. അപ്പൊ നമ്മളൊരു ആയത്ത് പഠിച്ചാല് ആ ആയത്തിൽ നിന്ന് നമ്മുടെ തലയിൽ ഒരു സംഭവം, ഒരു ചിന്ത എന്നെയും നിങ്ങളെയൊക്കെ ചലിപ്പിക്കുന്നതായിട്ടുണ്ടാവണം. അതാണ് നമുക്ക് കിട്ടുന്ന, അതാണ് ഖുർആൻ കൊണ്ട് കിട്ടുന്ന മെച്ചം, പ്രയോജനം. അതാണ് നമ്മുടെ തലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എന്താണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? അള്ളാഹു നിശ്ചയിച്ച ഒരു ഉത്തരവാദിത്വം. അതൊരു ജിഹാദ് ആവാം, അല്ലെങ്കിൽ ക്ഷമാപൂർവം ഒരു മഹാരോഗമുള്ള നാട്ടില് ക്ഷമയോടുകൂടി ജീവിക്കലാവാം. എന്താണോ അള്ളാഹു കൽപ്പിച്ച ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് വീഴ്ച വരുത്തിയിട്ട് മരിച്ചു പോകുമല്ലോ എന്ന ഭയത്താൽ, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്ന ഭയത്താൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ആളുകൾക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്നതാണ് അതിന്റെ സന്ദേശം.
ക്ലിയർ അല്ല ഞാൻ പറഞ്ഞ വാക്ക്? ഞാൻ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ആ ആയത്തുനിന്ന് കിട്ടുന്ന ചിന്ത ഏതാണ്? മരണഭയത്തിന്റെ കാരണം ശത്രുഭയമാവാം, അല്ലെങ്കിൽ ഒരു രോഗത്തെ പറ്റിയുള്ള പകർച്ചവ്യാധിയെ പറ്റിയുള്ള ഭയമാവാം. എന്തായിരുന്നാലും ശരി, ആ സമയത്ത് എന്ത് ചെയ്യണം, എന്ത് പ്രതികരിക്കണം, ഏത് വിധത്തിൽ പ്രവർത്തിക്കണം എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പാലിക്കാതെ ആ നിർദ്ദേശം പാലിക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് മരണമാണ് എന്ന് ചിന്തിച്ചിട്ട് ആ ചുമതലകളിൽ നിന്ന് വിട്ടുനിന്നു, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ആ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ലടോ എന്നും, അങ്ങനെ ഒരു സമൂഹം കാണിച്ചാൽ ആ സമൂഹത്തിന്റെ പിൻതലമുറ ഒരുപക്ഷെ നന്നായി വന്നേക്കാം, ഇവർക്ക് എന്ത് അർഹതയാണ് ജീവിച്ചിരിക്കാൻ എന്നതുമാണ് ഈ ആയത്തിന്റെ സന്ദേശം. നമ്മൾ പഠിച്ചു വെക്കേണ്ടതൊക്കെ തന്നെയാണ്. എവിടെയാണ് അള്ളാഹു നമ്മോട് ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ദാനങ്ങൾ നൽകാൻ കൽപ്പിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ദാരിദ്ര്യം വന്ന് കളയും എന്ന് ഭയപ്പെട്ടിട്ട് നമ്മൾ ആ സക്കാത്തുനിന്ന് വിട്ടുനിൽക്കുക? അതോ രാവിലെ ഇറങ്ങി പോകുമ്പോ വല്ല കല്ലുമലോ മറ്റോ മുട്ടിയിട്ട് തന്റെ കാലിന് മുറിവ് പറ്റും എന്ന് വിചാരിച്ചിട്ട് വെളിച്ചം ഉണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും സുബഹിന്റെ ജമാഅത്തിന് പോകാതിരിക്കാം? അള്ളാന്റെ കിതാബ് പഠിക്കാനും അത് പ്രവർത്തിക്കാനും മെനക്കെട്ടാല് തന്റെ സ്റ്റാറ്റസിനോ തന്റെ കൂട്ടുകാർക്കോ ഇഷ്ടപ്പെടാതെ വരും എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക? ഇങ്ങനെ കുറെ സ്വാർത്ഥമായ ചിന്തകൾ ആളുകളിൽ കടന്നു വരാറുണ്ട്. ആ ചിന്തകൾക്ക് നൽകുന്ന മറുപടി, നിങ്ങൾ എന്ത് ഭയപ്പെട്ടിട്ടാണോ എന്റെ ചുമതലകളിൽ, ഞാൻ ഏൽപ്പിച്ച ചുമതലകളിൽ വീഴ്ച വരുത്തുന്നത്, നിങ്ങൾ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കും. ഞാൻ പറഞ്ഞ കൽപ്പനകൾ പാലിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി മനസ്സിലാക്കി വെക്കും. എന്താണെന്നറിയാം? അള്ളാഹു ഏറ്റെടുത്ത കാര്യങ്ങൾ, അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. അള്ളാഹു നമ്മളോട് വാഗ്ദാനം പറഞ്ഞ കാര്യങ്ങൾ അവൻ പാലിക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടന, ആ സംഘടന കേരളത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്ന വാചകം വായിക്കുന്നിടത്ത് കാണാം, ഞങ്ങളൊരു 6-7 പേരാണ് ആ ഒരു മാറ്റത്തിന്, ആ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചത്. പക്ഷെ പിന്നീട് ഇത് വളർന്ന് വികസിച്ച് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണൽ ഏജൻസിയായി മാറുന്ന വിധത്തിലേക്ക് ആ സംഭവം വളർന്നു വന്നു. ആൽ സൗദ് ഭരണകൂടം ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് അള്ളാഹുവിന്റെ ദീനിന് ദഅവത്ത് നടത്തുന്ന ഒരു രാജ്യം, തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ അറേബ്യ വട്ടപൂജ്യമാണ്. സാമ്പത്തികമായി യാതൊരു വരുമാനവും കഴിവില്ലാതെ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളുടെ പിൻബലത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വരുന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് ആ സംഭവം. അന്ന് അവരൊക്കെ ഭീഷണിപ്പെടുത്തി ആൽ സൗദ് കുടുംബത്തെ, നിങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ മെനക്കെട്ടാൽ, ഓക്കെ, നിങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ മെനക്കെട്ടാൽ ഞങ്ങളിൽ നിന്ന്, അതായത് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സഹായം ഇനി ഉണ്ടാവുകയില്ല എന്ന് ഭയപ്പെടുത്തി. പക്ഷെ പടച്ചവന് ഫലമേൽപ്പിച്ച തൗഹീദിന്റെ ചിന്തയിൽ അടിയുറച്ചു നിന്ന് അവർ പറഞ്ഞു, അള്ളാന്റെ കെലിമത്ത് ഉയർത്തുന്ന വേണ്ടി ഒരു രാജ്യം വേണം, ഞങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളുകയാണ്, പടച്ചവൻ ഞങ്ങളെ കൈയൊഴിക്കയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാലം നമ്മുടെ മുമ്പിലുണ്ട്, ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തവർ പലരും സംഭാവനകൾ ചോദിച്ചുകൊണ്ട്, സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവരുടെ കൊട്ടാരങ്ങളുടെ മുറ്റത്ത് കാവൽ നിൽക്കുന്ന ചിത്രമാണ് ഇന്നും ഉള്ളത്. അവർ തളർന്നില്ല, തളരേണ്ടി വന്നില്ല. ഈ കഴിഞ്ഞ റമദാനിൽ ഒരു മഹാഭാഗ്യമുണ്ടായി എനിക്ക്. അതെന്താന്ന് പറഞ്ഞാൽ, അള്ളാഹു വിളിച്ചു തരും പോലെ എനിക്ക്, എന്റെ കൂട്ടുകാരാണ് എന്നെ വിളിച്ചത്, പക്ഷെ റബ്ബൊരു വല്ലാത്തൊരു സൗകര്യം, ഉംറ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. ഞാൻ ക്ലാസ്സുകളിൽ പലപ്പോഴും ഇങ്ങനെ, ഒരു മഹാനെന്നല്ല, ഞാൻ വേദനയോടെ ആലോചിക്കാറുണ്ട്, പടച്ചവനെ, കൊറോണന്റെ മുമ്പ്
അല്ല, ഉപരോധത്തിന്റെ മുമ്പാണ് ഒരു ഉംറക്ക് പോയത്. പിന്നെ ഉപരോധമായി, കൊറോണയായി, സാമ്പത്തിക സാഹചര്യങ്ങളും അനുകൂലമായിരുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രിയ സുഹൃത്ത് അക്ബർ കാസിം എന്നെ വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് പിന്നെ സൗദിയിൽ ഖത്തറിലേക്ക് വരാൻ സന്നദ്ധമാണോ? ഹയാ കാർഡിന്റെ ബേസിൽ നിങ്ങൾക്ക് വരാനൊരു സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരാം. എന്റെ ഉദ്ദേശങ്ങൾ 2-3 ഒന്ന് സമാധാനമായ ഒരു റമദാന്റെ കാലഘട്ടം, ഞാൻ ഒരു റമദാൻ കഴിച്ചു കൂട്ടണം, നോമ്പും മറ്റു ആരാധനാ കർമ്മങ്ങൾ. എന്താന്ന് വെച്ചാല് ഞാൻ താമസിക്കുന്നത് ഒരു കുന്നിൻ മുകളിന്റെ ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് പള്ളിക്ക് ഓരോ വ്യക്തിനും ഇറങ്ങി പോവുക എന്ന് പറയുമ്പോൾ വളരെ അധ്വാനമാണ്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ താഴെ നിങ്ങോട്ട് കയറി വരാൻ ഓരോ യാത്രക്കും 30 റിയാൽ 30 റുപ്യ കൊടുക്കാൻ മാത്രമുള്ള ശേഷിയുമില്ല. അപ്പൊ ഒന്ന് സ്വസ്ഥമായി വക്തുകളിൽ ജമാഅത്തുകളിൽ പങ്കെടുക്കുക, ആ തരം റമദാനിന്റെ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുക എന്നായിരുന്നു ഒരു ചിന്ത. മറ്റൊന്ന്, ഉംറ കഴിഞ്ഞിട്ട് കുറെ കാലമായി, ഒന്ന് ഉംറ ചെയ്യാൻ സാധിക്കണമെന്നായിരുന്നു. അള്ളാഹുവിനോട് പരാതികൾ പറയാൻ, പാപങ്ങൾ ഏറ്റുപറയാൻ, അങ്ങനെ തുടങ്ങിയില്ല, നമുക്കറിയാവുന്ന ആശയങ്ങളൊക്കെ തന്നെ. ഞാൻ ഖത്തറിൽ വന്ന പിറ്റേ ദിവസം ഞാനൊരു ഉംറക്ക് പോയി. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് റമദാനിന്റെ ആദ്യ 4-മത്തെ 5-മത്തെ ദിവസം ഞാന് എന്റെ കഥ പറഞ്ഞിട്ട് ക്ലാസ് നീട്ടുകയല്ല, പക്ഷെ അത് നൽകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ഒരു ആഹ്ലാദം. ഏത് കാബ ശരീഫ് കാണുമ്പോഴും, ഹറമിലെത്തുമ്പോഴും, മദീനയിലെത്തുമ്പോഴും, മദീന പള്ളിയിൽ കയറുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ആനന്ദം, എന്താ അതിന് പറയുന്നത്, നിർവൃതിയോ, ഒരു മനസ്സമാധാനം. ഞാൻ എന്റെ ചില ഭൗതിക ചുറ്റുപാടുകൾ കൊണ്ട് ലേശം വിഷമിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് വരുന്നത്. പക്ഷെ മക്കയിലും മദീനയിലൊക്കെ പോയി വന്നപ്പോ എനിക്ക് പിന്നെ വിഷമങ്ങളൊന്നുമില്ല. എന്ത് ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്താന്ന് വിചാരിച്ചാൽ അത് അതിൻ്റെതായ സമയത്ത് നേരിടാവുന്നതേ ഉള്ളൂ എന്ന ഒരു മാനസികമായ ധൈര്യം വന്നു. എനിക്കൊരുറപ്പായ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ ഒന്നിനു പിറകെ ഒന്നായി ചെയ്യുക. ഹജ്ജിന്റെ ശേഷം ഉംറയോ, ഉംറയ്ക്ക് ശേഷം ഹജ്ജ്, പറ്റുന്നവർ മറ്റു ബാധ്യതകളൊക്കെ നിർവഹിച്ച ശേഷം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാല് അത് 2 കാര്യങ്ങൾ ഇല്ലാതാക്കുന്നു പറഞ്ഞു. ഒന്ന്, ദാരിദ്ര്യമില്ലാതെയാക്കുന്നു, ഞാൻ അനുഭവസ്ഥനാണ് എന്റെ ഖത്തർ ജീവിത കാലഘട്ടത്തിൽ. മറ്റൊന്ന്, പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും, ഇരുമ്പ് ഉരുക്കുമ്പോ അതിന്റെ കീടങ്ങൾ പോകുന്നത് പോലെ. അങ്ങനെ ആ ഒരു ഉംറ കഴിഞ്ഞ് ഞാൻ ദോഹയിൽ നിന്നു. ഒരേ യാത്രയിൽ ഒന്നിലധികം ഉംറ ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാൻ എന്റെ ഡെസ്റ്റിനേഷൻ തിരിച്ചു വന്നു. ഞാൻ ദോഹയിലേക്ക് തിരിച്ചു വന്നു. ദോഹക്കാരനായി, ഞാൻ അവിടെ നോമ്പുകാരനായി ജീവിച്ചു. അങ്ങനെ എനിക്ക് മറ്റൊരു യാത്ര കൂടി സാധിച്ചു. അത് ദോഹയിൽ നിന്ന് തന്നെ പോകുന്ന ഒരു നല്ല ടീമിന്റെ, മറ്റേ നല്ല ടീം അല്ലാത്തത് കൊണ്ടല്ല, നല്ല ടീമിന്റെ കൂടെ ഒരു യാത്ര, 19 പേരുള്ള ഒരു യാത്ര. ഞാൻ 2-മത് റമദാൻ 27-ന്റെ അന്ന് ഉംറ നിർവഹിക്കുകയാണ്. ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ആ ഉംറ, ആ യാത്രകളിൽ സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എല്ലാവരും ഒരുപാട് പിന്തുണയാണ് നൽകിയത്. കാരണം ശാരീരികമായി വളരെ അവശനായിരുന്നു ഞാൻ ആ സന്ദർഭത്തിൽ. ഏതാനും ചില സഹോദരികൾ വല്ലാതെ എന്നെ സഹായിച്ചു. അന്ന് മത്താഫിൽ എത്തിപ്പെടാനും ഒക്കെ ഞങ്ങൾ 2-3 പേര്, കാരണം എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ പറ്റാതെ ചിലരുടെ അസുഖമൊക്കെ വന്നപ്പോ ആശുപത്രിയിൽ പോകലും മറ്റെല്ലാം കൂടി ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, തവണ അള്ളാഹുവിനോട് ആ കാര്യം ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു 2 തവണ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു എന്ന് പറയും. ഇത് ഞാൻ പറയുന്നത് റബ്ബിൻ്റെതായ വാഗ്ദാനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയും ഇതൊക്കെ തന്നെയാണ്. എന്റെ ക്ലാസ് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഇനിയും ഉംറ പോയിട്ടില്ലാത്തവരോട് വേദനിപ്പിക്കാനല്ല, പോകാതിരിക്കുന്നത് നിങ്ങളുടെ കുറ്റകൃത്യമാണെന്നോ വീഴ്ച കൊണ്ടാണെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. ശമ്പളത്തിന്റെ കുറവ്, ബാധ്യതകള്, ചുറ്റുപാടുകളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവരെ പറ്റി 10-29 കൊല്ലം ഞാൻ അവിടെ കഴിഞ്ഞുകൂടിയാണ്. പക്ഷെ ഇപ്പോഴ് ഹുഫൂഫിൽ പോയി അവിടുന്ന് അങ്ങോട്ട് ഉംറക്ക് പോവാൻ ഇനിയിപ്പോ അടച്ചു എങ്കിൽ പോലും വളരെ വലിയ സംഖ്യയൊന്നും ആവശ്യമില്ല. ഇത് എത്ര കാലം കിട്ടും? അള്ളാഹു ആലം. ഈ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താൻ ഒരു പ്ലാനിങ്, അതായത് ഹജ്ജിന് ശേഷം ഉംറയുടെ സാഹചര്യം തുടങ്ങുമ്പോൾ എനിക്ക് ഉംറക്ക് പോകണം എന്ന ഒരു തീരുമാനം മനസ്സിലെടുക്കുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ഈ ഹയാ കാർഡിന്റെ ഈ ആനുകൂല്യം എത്ര സമയം ഉണ്ടാവും എനിക്കറിയില്ല. നമ്മുടെ ഉമ്മയെയോ ഉപ്പയെയോ ഒക്കെ ഈ കാർഡിന്റെ ബേസിൽ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ, ടിക്കറ്റിന് നല്ല വിലയിട്ടിയ സംബന്ധിച്ച് പറ്റിയെങ്കിൽ,
അവരെ ഒരു ഹജ്ജിനോ ഉംറക്കോ പങ്കെടുപ്പിക്കാൻ, അല്ല ഒരു ഉംറക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ വഴിക്കുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു ബോധം ഇതാണ്: നാം എന്താണോ ചെയ്യേണ്ടത് അത് മുഴുവൻ ചെയ്തവനൊന്നും അല്ല ഞാൻ. പക്ഷെ നമ്മൾ ഇത്തിരിയെങ്കിലും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തിരിച്ചു തരേണ്ടവ അവൻ അതിന്റെ സമയവും കാലവും ആവുമ്പോൾ അവൻ തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും എന്നതാണ് ഈ ആയത്തിന്റെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. അപ്പോ നമ്മുടെ ബാധ്യതകൾ അള്ളാഹു ഏൽപ്പിച്ച ചുമതലകളിൽ വീഴ്ച വരുത്താതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള വിഷയം എന്താണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇതിന്റെ ഉത്തരം ഖുർആൻ ആയത്തുകൾ പഠിക്കുക, അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുക, അത് തഫ്സീറുകളോ മറ്റോ ഒരിക്കലും വായിച്ചതല്ലാത്ത തഫ്സീറുകൾ വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ. ഇതേ വിധത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികളോട് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവർക്ക് ഈ വിഷയങ്ങളിലെ ചിന്തകൾ ഉണ്ടാക്കി തീർക്കുക, ഈ ബോധം ഉണ്ടാക്കി തീർക്കുക. ഇതാണ് ജീവിതത്തിൽ വലിയ ആനന്ദം കിട്ടുന്ന സാഹചര്യം. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പൊ ഈ സന്ദർഭത്തിൽ ഞാൻ സാധാരണ ഈ ക്ലാസ്സുകളിൽ കലക്ഷൻ, പിരിവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. സംഘടനാപരമായ ഈ മറ്റേ കക്ഷിത്വങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ നൽകാറില്ല. തെറ്റായത് കൊണ്ടല്ല, ഇത് അതിന്റെ സമയമല്ലല്ലോ. ഞാൻ അധ്യാപകനായിരിക്കുന്ന ജാമിയ സലഫിയ കോളേജിന് സാമ്പത്തികമായി നല്ല ഭദ്രമായ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് നൽകുകയും കുട്ടികൾക്ക് വേണ്ട എല്ലാം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പൊ അറിയിക്കുന്നത്, കുട്ടികളുടെ റിസൾട്ട് എല്ലാം വന്ന് കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങളെ മക്കള് അറബി ഭാഷ സാഹിത്യം പഠിക്കാൻ, അതുപോലെ ദീൻ പഠിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും കേരളത്തിൽ ഏത് സ്ഥാപനത്തെ പഠിപ്പിച്ചിരുന്നാലും എനിക്ക് വിരോധമില്ല. എന്റെ മുമ്പിലുള്ള ഒരു സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജാമിയ സലഫിയയിൽ നിങ്ങളെ കുട്ടികളെ ചേർക്കുന്നതിനെ പറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. പരിഗണിക്കാവുന്നതാണ്, സ്വന്തമായിരുന്നാലും ശരി, മറ്റുള്ളവരുടെ മുമ്പിലും. ഇത് ബിസിനസ് അല്ല, ഒരു നന്മയെ സൂചിപ്പിക്കുന്നവന് നന്മ ചെയ്തവന്റെ പ്രതിഫലം ഉണ്ട് എന്നാണല്ലോ. ആ അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത്. മറ്റൊരാവശ്യം ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കുന്നത്, അത് കേന്ദ്രം നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് ജാമിയ സലഫിയയും ഇടവണ്ണയിലെ ജാമിയ നജ്മിയയും. ജാമിയ സലഫിയയുടെ വിഷയത്തിൽ ഞാൻ അവിടുത്തെ, എനിക്കൊരു ചാർജ് ഉണ്ട് അവിടെ, അധ്യാപകന് പുറമെ അവിടുത്തെ ലൈബ്രറിയുടെ ചാർജ് ഉണ്ട്. കുറെ കിതാബുകളുടെ ആവശ്യമുണ്ട് അവിടെ, കുറെ പുസ്തകങ്ങളുടെ. അത് മലയാള ഗ്രന്ഥങ്ങളും ആവശ്യമുണ്ട്, ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ ആവശ്യമുണ്ട്, അറബി ഗ്രന്ഥങ്ങളും ആവശ്യമുണ്ട്. ഈ അറബി ഗ്രന്ഥങ്ങളിൽ പലതും ചിലപ്പോഴും ദോഹയിലൊക്കെ വന്ന് കുറച്ച് സമയം തങ്ങി നിന്നാല് പിന്നെ ഫ്രീ കിട്ടുന്നുണ്ടാവും. പക്ഷെ പഠിക്കാനും പരിശോധിക്കാനും ആവശ്യമായ പലതും അങ്ങനെ ഫ്രീ കിട്ടാറില്ല. മലയാള ബുക്കുകൾ, കണ്ടമാനം പുസ്തകങ്ങൾ കുട്ടികൾ വായിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളെ പറ്റി എനിക്ക് അഭിമാനം തോന്നുന്നത് അവർ ധാരാളമായി വായിക്കുന്നു എന്നതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിഷയത്തിൽ എന്തെങ്കിലും സഹകരിക്കാനോ പറ്റുമെങ്കിൽ അതൊരു സദഖത്തുൻ ജാരിയാണ്, നിങ്ങളെ പരിഗണനയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് ഞാൻ ഓക്കെ, ഇഫ് യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ബുക്സ് പ്ലീസ് സെൻഡ് ഇറ്റ്, ഐ വിൽ ട്രൈ ടു ഹെൽപ്പ്. ഓക്കെ, ഞാനത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ ഇവ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ഒരു 13, 18, 22 വാല്യമുള്ള ഒരു പുസ്തകത്തിന്റെ, ഒരു കിതാബിന്റെ ഒരു വാല്യം നഷ്ടപ്പെട്ടാൽ മതി ആ കിതാബ് കണ്ടമാനം ഉപകാരമില്ലാതെ പോവാണ്. കാരണം ചിലപ്പോൾ അതിന്റെ ഒരു വാല്യായിരിക്കും ആവശ്യമായി വരുന്നത്. അപ്പൊ ആ ഒരു വിഷയം ഞാൻ നിങ്ങളെ മുൻപിൽ വെക്കുന്നു. ഇത്ര നാൾ ക്ലാസ് എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയുമില്ല. ഞാൻ ഉംറക്ക് പോയിട്ട് ഈ കൂട്ടുകാരോട് ഈ സംഗതി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വിഷയം ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഇനി നമ്മൾ ആയത്തിലേക്ക് വരാം. അള്ളാഹു ഏൽപ്പിച്ച ചുമതലകൾ. അപ്പൊ മകനോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ, മരുമകളോട് തട്ടമിടാൻ പറഞ്ഞാൽ, അതുകൊണ്ട് അവർക്ക് നമ്മോട് വെറുപ്പുണ്ടാകും, അതുകൊണ്ട് ഞാൻ അവരോട് പറയാതിരിക്കട്ടെ എന്ന് തീരുമാനം വേണ്ട. അത് അവർക്ക് വെറുപ്പുണ്ടാകുമെന്നാണോ നമ്മൾ ഭയപ്പെടുന്നതെങ്കിൽ ആ വെറുപ്പ് സംഭവിക്കാതിരിക്കില്ല. പക്ഷെ നാം മകനോട് നിസ്കരിക്കാൻ പറയണം, മക്കളോട് നമസ്കരിക്കാൻ, അന്യായമായ അനുവദനീയമല്ലാത്ത ധനസമ്പാദന മാർഗങ്ങൾ അവർ സ്വീകരിക്കരുതെന്ന് പറയണം. ഈ പറച്ചിലുകളും ഇതുമൊക്കെ നമ്മൾ മക്കളുടെ കാര്യത്തിലായാലും കുടുംബങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ പാലിച്ചുകൊണ്ടേ പോകണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ലടോ എന്ന് അള്ളാഹു തീരുമാനിച്ചു കളയും എന്നതാണ്. നമ്മളൊക്കെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യ ഘട്ടങ്ങളിലാണ്. ആയുസ് ആർക്കും അറിയാം എപ്പോഴാ തീരാന്നറിയില്ല. അപ്പം
നമുക്ക് അടുത്ത വർഷം പറയാം, പിന്നെ പറയാം എന്ന് കാത്തിരിക്കാതെ നമ്മളെ സ്വന്തം വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ഈ കാര്യം പറയാൻ നമ്മൾ ഇനി മടി കാണിക്കരുത്. കാരണം അള്ളാഹുവിൽ നിന്ന് ഈ മനുഷ്യരെ അകറ്റാനുള്ള എല്ലാ കോപ്പുകളും സന്നാഹങ്ങളും ഒരു 10 കൊല്ലം മുമ്പുള്ളതിനേക്കാളേറെ ശക്തമായിട്ടാണ് കടന്നു വരുന്നത്. മീഡിയയും സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഷിർക്കിനെ പിന്തുണക്കുന്ന ഒരു വിഷയമായി മാറി എന്നത് ആപൽക്കരമായ, ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ അതിനു മാത്രം തൗഹീദിലേക്കും അള്ളാഹുവിലേക്കും ക്ഷണിക്കുന്ന സൈബർ പ്രവർത്തനങ്ങൾ അത്രമാത്രം ശക്തമായി കാണപ്പെടുന്നിട്ടില്ല താനും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. നിങ്ങൾക്കൊക്കെ പറ്റാവുന്ന ഗ്രൂപ്പുകളിൽ ഈ ആശയങ്ങൾ കൊണ്ടുവന്ന് ഈ ഷിർക്കിന്റെയും ഈ നമ്മൾ വെറുതെ ധരിക്കുക ആളുകൾക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല, ഇതില് ഈ കള്ളക്കഥകളിൽ, ഉമ്മാമ കഥകളിൽ ആളുകൾക്ക്, മായാവി കഥകളിൽ വിശ്വാസമൊന്നുമില്ല. ആളുകളുമായി സംസാരിച്ചു നോക്കൂ. തുടരെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് അത് വിശ്വാസമായി മാറുകയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം ഇന്നല്ലാഹു ഫളിൻ അലന്നാസി എന്ന് പറഞ്ഞല്ലോ, അവിടെയുണ്ട് ഒരു പോയിന്റ്. അള്ളാഹു ആളുകളോട് വളരെ ഔദാര്യമുള്ളവനാണ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ഔദാര്യം എന്ന വായദ്ദേഹത്തിന് കൂടുതലുള്ള അർത്ഥം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. നീ വായിക്കുക, നിന്റെ നാഥൻ അത്യുദാഹരണത്ര. ഞാന് ഈ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്ന, അല്ലെങ്കിൽ തന്നെ പ്രവാസിക്ക് സോക്കടുണ്ട്, യാത്ര ഒക്കെ കഴിഞ്ഞ് വന്ന വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. ഹിറ ഗുഹയുടെ താഴെ നിന്ന് സംസാരിച്ചപ്പോഴ്, അതുപോലെ ഈ സൗർ മലയുടെ താഴെ നിന്ന് സംസാരിച്ചപ്പോഴ്, ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് പോയി സംസാരിച്ചപ്പോഴ്, ബദറിന്റെ താഴെ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ജീവിതത്തിലെ ഒരു വല്ലാത്ത ഭാഗ്യല്ലേ അത്. വഹിദായി കളങ്കമില്ലാത്ത, ഷിർക്കിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്തൊരു ഒരു മനസ്സുമായി അവിടെ ഇട്ട് നിൽക്കാൻ സാധിക്കുക. എന്നിട്ട് ആ മനസ്സിലാക്കിയ കാര്യം ആവുന്നത്ര ശ്രമത്തിൽ ശക്തമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാല്, അപ്പൊ ആ ഭാഗ്യം അനുഭവിച്ച സന്തോഷത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ഞാനിവിടെ പറഞ്ഞത് അവിടെ അള്ളാഹു ഉപയോഗിച്ച ആയത്ത് സൂചിപ്പിച്ചതാണ്. അള്ളാഹു ആളുകളോട് വളരെ ഔദാര്യമുള്ളവനാണ്. ആ ഔദാര്യമാണ് ആ പ്രവാചകത്വം, ആ ഔദാര്യമാണ് വിശുദ്ധ ഖുർആൻ, ആ ഔദാര്യമാണ് ഇസ്ലാമിന്റെ വളർച്ച, ആ ഔദാര്യമാണ് എന്നെ നിങ്ങളെ മുസ്ലിങ്ങളായി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തീരില്ല അള്ളാഹുവിന്റെ ഔദാര്യം. ഇവിടെ എന്തേ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇവിടെ ഇപ്പൊ സംഭവിച്ചത് ഒരു കൂട്ടം ആളുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന, അത് ക്ഷമിച്ച് ജീവിക്കലായിരുന്നാലും ശരി, അല്ലെങ്കിൽ ജിഹാദ് ചെയ്യലായിരുന്നാലും ശരി, അതിനോടൊരു വിമുഖത തോന്നിയപ്പോഴ് അവരുടെ പിൻതലമുറയെങ്കിലും നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും വിധത്തിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു പടച്ച തമ്പുരാൻ. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലേ? ഒരു തലമുറ ഒന്നുകിൽ യുദ്ധം ഭയന്നിട്ട് ജിഹാദിന് നിൽക്കാതെ ഒരു ഓടാൻ മെനക്കെട്ട് നോക്കി, അല്ലെങ്കിൽ ആ മഹാമാരി രോഗം പടരുമെന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചു നിൽക്കാതെ അവർ ഓടി രക്ഷപ്പെടാൻ നോക്കി. അള്ളാഹു അവർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. നിങ്ങൾ ജീവിച്ചിരിക്കാൻ അർഹലടോ, ഒന്നുകിൽ ആ മഹാമാരി കൊണ്ട് നിങ്ങൾ മരിക്കട്ടെ, അല്ലെങ്കിൽ ശത്രുക്കളെ കയ്യാൽ നിങ്ങൾ മരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഒരു ഫളിലാണെന്നാ പറഞ്ഞത്. അതെങ്ങനെ ഫളിലാകുന്നത്? ആ ഒരു തലമുറ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആ ഒരു തലമുറ നശിപ്പിക്കപ്പെടുന്നു എങ്കിൽ പോലും പിന്നാലെ വരുന്ന ഒരു തലമുറ അതേറ്റ് നടത്തുന്നവരായി ഉണ്ടാകുന്നു എന്നതാണ് അതിന്റെ വസ്തുതാ സത്യം. ഞാൻ പറയുന്ന ഉദാഹരണം പറയട്ടെ. ഹിജറ 686 അബ്ബാസിയ ഖിലാഫത്ത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ മര്യാദകളെല്ലാം വിട്ടുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് സമൂഹം മാറി പോയ ഒരു സമയത്ത്, എല്ലാവരും തെറ്റുകാരായി ഞാൻ പറയില്ല, മാറിയ സമയത്ത് അങ്ങ് ചൈനയുടെ വടക്ക് വശത്ത് നിന്ന് മംഗോളിയക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടരെ ഇളക്കി വിട്ട് അവർ കേടുള്ളവരായ നാടുകളെയും നല്ലവരാരെയും ഒക്കെ കൊന്നൊടുക്കി നശിപ്പിച്ചിട്ട് അവര് ബഗ്ദാദ് തകർത്ത് തരിപ്പണമായി അവിടെ ഇരുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിൽ നിറയെ ശവങ്ങളായിരുന്നു, അല്ലെങ്കിൽ ശവത്തിന് തുല്യമായ മരണത്തെ കാത്തിരുന്ന ആളുകളും പിന്നെ കോളറയും ഒക്കെയായിരുന്നു. എന്നിട്ട് പിന്നെന്താ നമ്മൾ വായിക്കുന്നത്? ആ കുഴപ്പക്കാരായ ആളുകൾ പിന്നീട് ബഗ്ദാദിൽ താമസിക്കുകയും അവർ കാണാത്ത ജീവിത സുഖങ്ങളാ ബഗ്ദാദിലൊക്കെ കാണുന്നത്. അവർ പുസ്തകങ്ങളും ഗ്രന്ഥാലയങ്ങളും കാണാൻ മെനക്കെടുകയും ചെയ്യുമ്പോഴേ അവർ അറബി ഭാഷ പഠിക്കാനും ആ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ എന്താണ് വായിക്കാനും മനസ്സിലാക്കിയപ്പോഴേ
ആ തലമുറ ഇസ്ലാമിലേക്ക് വന്നു. ആ കുഴപ്പക്കാരായ വ്യക്തികൾ ഓരോന്നും ഇസ്ലാമിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അവരുടെ സന്തതികൾ അല്ലെങ്കിൽ അതിൽ നിന്നൊരു കൂട്ടം ആളുകൾ ഇസ്ലാമിലേക്ക് മാറി വന്നു. പിന്നെ നാം കാണുന്നത് അവരാണ് ഇസ്ലാമിന്റെ കൊടി വഹിച്ചുകൊണ്ട്, സംസ്കാരം വഹിച്ചുകൊണ്ട് ലോകത്ത് പ്രചരിക്കുന്നത്. അവരുടെ ഭാഗമാണ് മുഗളന്മാരായ ഇന്ത്യയിലൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പൊ അത് തകരൂല. ആളുകൾ ഊതിക്കെടുത്താൻ മെനക്കെടുന്നു. ഞാനിത് പൂർത്തീകരിച്ച് ഒടുങ്ങൂ, അവസാനിപ്പിക്കൂ എന്ന് പടച്ച തമ്പുരാന്റെ വാക്ക്. അപ്പോ എന്റെയോ നിങ്ങളുടെയോ ഒക്കെ ജീവിതത്തിൽ സഹിക്ക വയ്യാത്ത എന്തെങ്കിലും ഒരു ഷോക്ക് അള്ളാഹു നൽകുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവൻ നമ്മളെ ശിക്ഷിക്കുന്നു എന്നല്ല, എനിക്ക് അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പാണിത്. ഒന്ന് ശ്രദ്ധിക്കടോ, ഒന്ന് മാറാൻ സമയമായിരിക്കുന്നടോ എന്ന മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് അള്ളാഹു ഇടക്കിടക്ക് നൽകിക്കൊണ്ടിരിക്കാറുണ്ട് എന്നതാണ് എന്റെയൊക്കെ അവസ്ഥ. എന്നുവെച്ചാൽ അത്ര വലിയ മഹാഭാപിയാണ് എന്ന അർത്ഥത്തിനല്ല, ജീവിതത്തിൽ അത് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് എന്നതാണ്. അതാണ് ആ രസൂഫിന്നാസ് വലാക്കിന്ന അക്സർ അന്നാസിലായ യഷ്കുറൂൻ. പക്ഷെ പലപ്പോഴും എന്തൊക്കെ ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാ മനുഷ്യൻ ആ കാര്യങ്ങളിൽ മടി കാണിക്കുന്നുവല്ലോ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നുവല്ലോ. അടുത്ത ആയത്ത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചായത്, അപ്പൊ കാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യണം, ജിഹാദ് ചെയ്യണം, ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ. വാലമോ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ് സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആയത്തിന്റെ ബന്ധം അറിയാം. കാരണം 216 ആയത്തില് കുത്തിബാലയ്ക്കുമിൽ ഖിത്താലു എന്ന് പറഞ്ഞിട്ട് സംസാരം തുടങ്ങിയത്. പിന്നെ സ്വാഭാവികമായ രീതിയിൽ ചില വിഷയങ്ങളിലേക്ക് അങ്ങനെ മാറി മാറി വന്നിട്ട് കുടുംബ ജീവിതത്തിന്റെ ഭദ്രത കെട്ടുറപ്പിക്കും വിധത്തിൽ കുറെ നിയമങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ ഈ കഴിഞ്ഞ ആയത്തുകളിലാണ് അതിനെ പറ്റിയുള്ളത്. തലാഖിന്റെ കുട്ടിയുടെ മുല കൊടുക്കുന്നതിന്റെ അത്തരം വിഷയങ്ങളൊക്കെ, മത്താഴിന്റെ ഒക്കെ വിഷയങ്ങൾ പറഞ്ഞു തന്നു. അതൊക്കെ പറയുന്നു വീണ്ടും റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആ നേരത്തെ പറഞ്ഞു വെച്ച ജിഹാദിന്റെ മാർഗത്തിലേക്ക് ആ വിഷയത്തെ പറ്റി ഓർമ്മിപ്പിക്കുക. നമുക്ക് ചിലപ്പോൾ തോന്നും, അതെന്താ ഒരു വിഷയം ഒരു ഹെഡിങ് ആയിട്ട് അങ്ങനെ പറഞ്ഞു തീർത്താ പോരായിരുന്നോ? സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിൽ കൊടുക്കും പോലെ, അല്ലെങ്കിൽ ഒരു സയൻസിന്റെ ബുക്കിൽ കൊടുക്കും പോലെ. എന്നൊക്കെ മുഷിപ്പന, വായിക്കാൻ തോന്നൂല. ഒരു തവണ രണ്ട് തവണയോ വായിച്ചാൽ മടുപ്പ് വരും. പക്ഷെ ഖുർആൻ പറഞ്ഞ വാക്കുകൾ, പറഞ്ഞു വെച്ച വിഷയങ്ങളുടെ രീതികൾ വായിച്ചാൽ, രീതികൾ അറബി ഭാഷയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മടുപ്പുമില്ല. എന്നാലോ പരസ്പരം പൂരകമായിട്ട് പൂർത്തീകരിക്കുന്ന വിധത്തിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ ആയത്തും നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്താ അവിടെ പറഞ്ഞത്? പിന്നെ ഞാൻ ഇതുപോലെ കുറെ ആയത്തുകൾ മുമ്പുള്ള ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിരുന്നു. ഈ കല്യാണത്തിന്റെ ഇതിന്റെ ഒക്കെ കാര്യങ്ങള് ചില ആൾക്കാർ അതൊക്കെ മറന്നു, അതൊക്കെ വിസ്മരിച്ചു. അങ്ങനെ വിസ്മരിച്ചപ്പോ ഒന്നുകിൽ ഒരു മഹാരോഗം ഞാൻ ആ നാട്ടുകാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ശത്രുഭയം ഞാൻ അവരിൽ ഉണ്ടാക്കി. എന്നിട്ടെങ്കിലും ബോധം വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് അപ്പോഴും ബോധം വന്നില്ല. അവർ മരിക്കുമല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഓടാൻ മെനക്കെട്ടപ്പോ ആ രോഗം കാരണമായി തന്നെ അവർ മരിച്ചു, അല്ലെങ്കിൽ ആ ശത്രുക്കളാൽ തന്നെ അവർ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷെ അതിന്റെ അടുത്ത് വന്ന തലമുറ ജീവസുറ്റവരും നല്ലവരുമായി പരിവർത്തനപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്തു. നല്ല ഒഴുക്കിലാ പറഞ്ഞു വരുന്നത് വിഷയം. അതിനൊരു കാര്യം പറയട്ടെ, ഇതുപോലെ നിങ്ങളോട് പറയുകയാണ്, കുടുംബ ജീവിതം ഭദ്രമാക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പലപ്പോഴും നിങ്ങളെ ഏറ്റുമുട്ടേണ്ടി വരികയും ആയുധമണിയേണ്ടിയ സന്ദർഭങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. പിന്നെ ആരാണ് ഇതിന് പോകുന്നത്, പോകാത്തത്, സമയമായോ തുടങ്ങിയുള്ള ന്യായീകരണങ്ങളും ഒഴിവുകഴികളും ഒക്കെ അല്ലെ. സെമിയോൻ, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനുമാണ് അവൻ. അടുത്ത ആയത്ത് കൂടി, ഹസന, ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ? കടം കൊടുക്കുക എന്നാണ് അഖർല യുഖറിദു എന്ന വാക്കിന്റെ അർത്ഥം. കർല് എന്ന് പറഞ്ഞാൽ കടം എന്നാണ്. ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ? എങ്കിൽ ലഹു, അള്ളാഹു അവൻ അത് ഇരട്ടിയാക്കി കൊടുക്കും. അദ്ആഫൻ കസീറ, ധാരാളം ഇരട്ടികളായി തിരിച്ചു കൊടുക്കും. ആരെങ്കിലും പടച്ചവന് വല്ലതും കടം കൊടുത്താൽ അള്ളാഹു അത് ധാരാളം ഇരട്ടികളായി തിരിച്ചു നൽകും. അള്ളാഹു യഖ്ബിലു വയബ്സുതു, ഈ പിടിച്ചു വെക്കുന്നതും അയച്ചു വിടുന്നതും അള്ളാഹു തന്നെയാണ്. ഇലൈഹി തുർജഊൻ, നിങ്ങളൊക്കെ മടക്കപ്പെടുന്നതും അവനിലേക്ക് തന്നെയല്ലേ. ഒന്നുകൂടി, അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹുവിന് കടം നൽകാൻ നിങ്ങൾ തയ്യാറാണോ? പക്ഷെ നല്ല കടമായിരിക്കണം. അങ്ങനെ കടം കൊടുത്താൽ ആ കടം കൊടുത്തത് മാത്രമല്ല തിരിച്ചു തരാ,
അവൻ ഇരട്ടി ഇരട്ടിയായി തിരിച്ചു തരും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജീവിത സുഖങ്ങളിൽ ഞെരുക്കമുണ്ടാക്കുക, ഇടുക്കമുണ്ടാക്കുക, അതിൽ വിശാലത നൽകുക, അത് രണ്ടും പടച്ചറപ്പിന്റെ തീരുമാനം. സമ്പന്നരായ മാതാപിതാക്കൾക്ക് ദരിദ്രരായ മക്കൾ, ദരിദ്രരായ മാതാപിതാക്കൾക്ക് സമ്പന്നരായ മക്കൾ. ഇന്നലെ വരെ സമ്പന്നനായവൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ദരിദ്രനായി മാറും. ഇന്നലകളിൽ ദരിദ്രനായവർ സമ്പന്നരായി ജീവിക്കുന്നു. ഇത് നിത്യേന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ചിത്രമാണ്. നമ്മയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കണ്ട പല സമ്പന്നരോ സാമ്പത്തികമായി കഴിവുള്ളവരോ ആയ ആളുകളുടെ മക്കൾ, പേരമക്കളെയൊക്കെ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുന്നവരായി കാണാറുണ്ട്. പലപ്പോഴും വേദന തോന്നും വിധത്തിൽ നമ്മളെ കണ്ണിൽ ഇങ്ങനെ വരും. ഈ കുട്ടികളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് സ്കൂളിലും മദ്രസയിലൊക്കെ വരുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ച തമ്പുരാനെ ഇതൊക്കെ എന്നൊക്കെ. എന്തൊക്കെ കുട്ടിക്കാലത്ത് ഒരു കഥയുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഉപ്പാക്ക് ജോലി ഉണ്ടായിരുന്നു, ഉമ്മാക്കും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വാപ്പന്താ ചെയ്യാറുണ്ടായിരുന്നു, ചെറിയ പെരുന്നാളിന് പുതിയ ഡ്രസ്സ് എടുത്താൽ പറയും, ഇനി വലിയ പെരുന്നാൾക്ക് എടുക്കൂല, ആ ഡ്രസ്സൊക്കെ അവിടെ നല്ല നിലക്ക് പിന്നെ കഴുകി പിന്നെ മടക്കി വെച്ചോളൂ, വലിയ പെരുന്നാളിനും അതേ ഉണ്ടാവുള്ളൂ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഇത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ഞാൻ എന്തിനാ മടിക്കുന്നത്? പാപ്പ ദരിദ്രമൊന്നുമല്ല, പക്ഷെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതില് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളാണത്. അപ്പൊ ചെറിയ പെരുന്നാളിന് വാങ്ങിച്ച ഡ്രസ്സ് അലക്കി നേരെ എടുത്തു വെച്ചിട്ട്, വലിയ പെരുന്നാളിന് എത്ര മാസം ഉണ്ടെന്ന് ഓർമ്മൊന്നുമില്ല, പെരുന്നാൾ ആയില്ലേ എന്നിട്ട് വേണം ഇതൊന്നും ഇടാൻ എന്നിങ്ങനെ കണക്കാക്കി നിന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ആ കാലഘട്ടം ഒന്നും മനസ്സിൽ നൽകുന്നത് വേദനയല്ല, വല്ലാത്തൊരു സംതൃപ്തിയുടെ ഒരു ആനന്ദത്തിന്റെ ഇതാണ്. സത്യമാണത്, വല്ലാത്തൊരു ആനന്ദത്തിന്റെ. കാരണം ആ രംഗങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ യാത്ര പറഞ്ഞു പോയ ഉമ്മാനിപ്പ പാപ്പാനിയൊക്കെ ഇങ്ങനെ ഓർമ്മ വരില്ലേ, നമ്മളാ നല്ല കാലവും ഓർമ്മ വരുന്ന സാഹചര്യം. അപ്പോ ഈ ജീവിതത്തിന്റെ സുഖങ്ങൾ പിന്നെ എന്തെല്ലാം അനുഭവിച്ചു, എവിടെയെല്ലാം. ആരും തെറ്റിദ്ധരിക്കൂലെങ്കിൽ ഞാൻ ഇത് പറയട്ടെ. പ്രത്യേകിച്ച് ഖത്തറിൽ എന്റെ കൂട്ടുകാർ, ഞാനിത്തവണ ഖത്തറിൽ വന്നപ്പോൾ ഇസ്ലാഹി സെന്റർ ലെക്താണ് ഞാൻ താമസിച്ചത്. എനിക്കൊരു നല്ല റൂം താമസിക്കാൻ വേണ്ടി തന്നു. സൗകര്യമുള്ള സ്ഥലം എന്ന് ഞാൻ പറയുമ്പോൾ നുണ പറയുമ്പോൾ തോന്നിക്കരുത്, വളരെ വിശാലമായ ഒരു സ്ഥലമല്ല. എനിക്ക് വേണ്ടത് പ്രൈവസിയാണ്, ഇങ്ങനെ ഏകാന്തമായിരിക്കും. അപ്പൊ എനിക്കൊരു വേദനയും തോന്നിയില്ല. ഞാൻ അവിടെ ഖത്തറിൽ നേരത്തെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സർക്കാരിന്റെ താമസ സ്ഥലത്ത് 3 ബെഡ്റൂമുകളൊക്കെയുള്ള വലിയൊരു ഫ്ലാറ്റിൽ ഫാമിലി പലപ്പോഴും ഉണ്ടാവാറില്ല, ഒക്കെ കഴിഞ്ഞുകൂടിയാണ്. എന്റെ ക്ലാസ്സിൽ ആരും ഇത് തെറ്റായ ഒരു വ്യാഖ്യാനത്തിൽ എടുക്കരുത്, ഞാൻ അവരോട് പറയുന്നത് തമാശയായിട്ടത്. അങ്ങനെയൊക്കെ കഴിഞ്ഞു കുറേ വർഷങ്ങളോളം. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, തരാൻ പറ്റോ ഇല്ല. ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയ സൗകര്യത്തിൽ പരിപൂർണ്ണ സംതൃപ്തനാണ് ഞാൻ. പരിപൂർണ്ണൻ എന്ന് പറഞ്ഞ ആരും ബോധ്യപ്പെടുത്താൻ. അപ്പൊ അതൊരു കാലഘട്ടമാണ്, ഇതൊരു കാലഘട്ടമാണ്. ഇനി ഞാൻ എന്റെ പ്രൊഫൈൽ പറയുകയല്ല, അതിന് മുമ്പത്തെ ഒരു കാലഘട്ടമുണ്ട്. ദോഹ ജദീദില് ഞങ്ങൾ താമസിക്കുന്ന ഒരു കാലത്ത് റൂമുകളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ഇങ്ങനെ പോയപ്പോ AC വെക്കാൻ പറ്റാത്ത റൂമുണ്ടായിരുന്നു. അപ്പൊ AC വെക്കാൻ പറ്റാത്ത റൂമിൽ ഞാൻ താമസിക്കണം എന്ന് ഒരാരും എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ റൂം എടുത്തോളാം, എനിക്ക് ആ AC അത്ര നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഖത്തറിലെ ആ നല്ല ഹ്യൂമിഡിറ്റിയിലും ചൂടിലുമൊക്കെ പിന്നെ ഒരുപാട് വർഷം AC ഉപയോഗിക്കാതെ ഞാൻ അവിടെ കിടന്നു. പക്ഷെ അങ്ങനെ എനിക്ക് തണുപ്പ് വരാനുള്ള കാരണം ആ ചുമരിലേക്ക് നേരെ വെയിൽ തട്ടാത്ത അസ്താവൽ കൊണ്ട് പറഞ്ഞ മാതിരത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് അന്നും ഒരു വിഷമം തോന്നിയിട്ടില്ല. ഞാൻ അന്ന് സംതൃപ്തനാണ്. പിന്നീട് നല്ല സുഖമുള്ള ജീവിതത്തിലേക്ക് പോയി, അപ്പോഴും സംതൃപ്തനാണ്. ഇപ്പോഴൊരു സാഹചര്യം ഇതാണ്, സംതൃപ്തനാണ്. ഇനിയും ദോഹയിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ എന്റെ കുറച്ച് ചുമതലകൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഉംറ ചെയ്യാൻ സാധിക്കുകയാണ്, ചെയ്യണം എന്നൊക്കെയുള്ള ചിന്താഗതികളുണ്ട്. അവിടെ നിൽക്കണമെന്ന ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ദേവത്വം മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ അപ്പോഴൊക്കെ നമ്മൾ സംതൃപ്തൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹു യഖ്ബിലു വയബ്സുത്തു വഇലൈഹി തുർജഊൻ എന്ന് പറയുന്ന അവസ്ഥയില്ലേ. ഖത്തർ ഗവൺമെന്റ് സാമ്പത്തികമായ ചില കാരണങ്ങളാൽ 30% ശമ്പളം ഗവൺമെന്റ് സർവീസിൽ കുറച്ചു. അങ്ങനെ ആ സമയത്ത് പിരിഞ്ഞുപോയ ആളുകൾക്ക് പലർക്കും അവർ 30% കംപ്ലീറ്റ് ആക്കി കൊടുത്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് കിട്ടി. എനിക്കറിയാം, ഈ ചെമ്മാട് തിരങ്ങാടി ഭാഗത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു സാധാരണക്കാര മനുഷ്യൻ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. അയാൾ ഏറ്റവും വലിയ യോഗ്യത അയാൾ എഴുതാനും വായിക്കാനും അറിയില്ല എന്നായിരുന്നു. അയാൾ മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. അയാളുടെ ശമ്പളം കേട്ടാൽ ഹൈ ഡിഗ്രി ഉള്ള നമ്മളൊക്കെ ഞെട്ടിപ്പോകും.
അവസാനം ഇയാൾ പറയണം, എനിക്ക് പൈസ മതിയായി, മടുത്തു, എത്രയാ പടച്ചോൻ തരുന്ന ഒരു കണക്കുമില്ല. 26,000, 36,000, 22,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് മിലിറ്ററിയിൽ ജോലി ചെയ്തായിരുന്നു. കഥയല്ല, അത് അറിയുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ചമ്മാട് കൊടിഞ്ഞ് ആ ഭാഗത്തെങ്ങാണ്ടുള്ള ഒരാളായിരുന്നു അയാൾ. അയാൾ വന്ന് പറയുന്ന കഥ ഇതാണ്: പലേ എന്നെ കൊണ്ട് വയ്യ, ഇപ്പോഴും കൂട്ടി തന്ന പൈസ വീണ്ടും വീണ്ടും എന്നെല്ലാം കൂടി പറഞ്ഞു. ഞാനീ പറഞ്ഞത് യഖ്ബിലു വ യബ്സുതു എന്ന് പറയുന്ന ആയത്തിനെയാണ്. അവനത് ചിലർക്ക് അവനാണത് പിടിച്ചു വെക്കുന്നത്. യഖ്ബിലു പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ജീവിത സൗകര്യങ്ങൾ നൽകാതിരിക്കുക എന്നത്. യബ്സുതു എന്ന് പറഞ്ഞാൽ അത് വിശാലമായി നൽകിക്കൊണ്ടിരിക്കുന്നതും അവൻ തന്നെയാണ്. വൈലിഹി, അവങ്കിലേക്ക് തന്നെയാണ് തുർജൗന, നിങ്ങളുടെ മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ആയത്തിന്റെ ആശയം മറ്റേ ആയത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ പഠിച്ച ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജിഹാദിനെ പറ്റി പറയുന്ന സമയത്ത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ എന്ത് പറയും? സാമ്പത്തിക വിഷയം, ആ വിഷയത്തിലേക്ക് പണം ചെലവഴിക്കണം എന്ന് പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജിഹാദിന്റെ ആവശ്യത്തിന് നിങ്ങൾ പണം ചെലവഴിക്കുക എന്നാണ്. ഈ ജിഹാദിന്റെ ആവശ്യത്തിന് പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാല് ഇത് കേരളത്തിന്റെ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് വേണ്ടി പറഞ്ഞൊരായത്തല്ല. മൊത്തത്തിൽ സമൂഹത്തിന് ഉണ്ടാവേണ്ട ഒരു ബോധമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെന്താണ്? ആയുധം വാങ്ങാൻ വേണ്ടി മാത്രം എന്ന അർത്ഥത്തിനല്ല. അത് മാത്രമല്ല, ഒരു സമൂഹത്തിന് സൈനികപരമായ നീക്കങ്ങളും മറ്റും നടത്തണമെങ്കിൽ വർഷങ്ങൾ നീണ്ട പ്ലാനുകളും അതിന്റെ വേണ്ട സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അതിനുവേണ്ട സൈനിക സ്ഥാപനങ്ങൾ, പരിശീലന സ്ഥലങ്ങള്, പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ്റെതാവട്ടെ, പ്രതിരോധത്തിൻ്റെതാവട്ടെ വിവിധ ഉപകരണങ്ങൾ, അവ നിർമ്മിക്കാൻ ആവശ്യമായവ, സൗകര്യങ്ങൾ, ഫാക്ടറികള്, അതിന്റെ സ്പെയർ പാർട്സുകൾ കിട്ടാനുള്ള സംവിധാനങ്ങൾ, അതിൽ മറ്റുള്ളവരെ വെല്ലാൻ പറ്റുന്ന വിധത്തിലുള്ള കേൾപ്പുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് ആ വിഷയത്തിൽ. അതൊക്കെ പെട്ടു ആ ഭാഗത്തിൽ. അത് നിങ്ങൾ നൽകാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു. ഖത്തറിലെ ഈ ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവിടുത്തെ പിന്നെ സൈനിക പരേഡും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അവരുടെ ആ മികവുറ്റ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്, ആശ്ചര്യം തോന്നാറുണ്ട് അതിന്റെ ആ കഴിവുകളെ പറ്റിയൊക്കെ. മാത്രമല്ല, ചിലപ്പോഴേ നല്ലതിനാണോ ചീത്തക്കാണോ എന്നറിയില്ല, ചില യുദ്ധങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുകയും മറ്റൊക്കെ ചെയ്തപ്പോഴുണ്ടായതെന്താന്ന് ചോദിച്ചാൽ ആ വിധത്തിലുള്ള നീക്കങ്ങളിൽ കൂടി അവർ പരിശീലിക്കപ്പെടുകയും പരിശീലനം സിദ്ധിക്കുകയും ചെയ്യുന്നവരായി തീർന്നു എന്നതാണ് സംഭവിച്ചത്. അപ്പോ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ജിഹാദ് ആവശ്യമായി വരും. ആവശ്യമായി വരുന്ന അന്ന് റെസീറ്റ് ബുക്കുമായി വരുമ്പോൾ കൊടുക്കുക എന്ന അർത്ഥത്തിനല്ല ഈ പറയുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനുകളും പദ്ധതികളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിട്ട്, അതായത് ശത്രുക്കളുമായി ഏറ്റുമുട്ടാതെ, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാതെ അവർ ഇട്ടേച്ചു പോയ ധനത്തിന്റെ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിഹിതമുണ്ട്. ആ വിഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിച്ചത് ആയുധങ്ങൾ സ്വരൂപിക്കാനായിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്ക് ആളുകൾക്ക് ഇങ്ങനെ, എന്തൊരു പ്രവാചകൻ, മനുഷ്യത്തെ പഠിപ്പിക്കേണ്ട പ്രവാചകൻ ആയുധം വാങ്ങിച്ചു വെച്ചത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ഭയപ്പെടുത്തി നിർത്താനാണ്. ആരെ? അക്രമോത്സുകരായി നിൽക്കുന്ന, ഒരാദർശത്തെയോ തത്വത്തെയോ മനുഷ്യത്വത്തെയോ മാനിക്കാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ എക്കാലത്തും ഇവിടെ ഉണ്ടാവും. അതിനിപ്പം ഞാൻ കൂടുതൽ ഉദാഹരണം പറയണം. ഒന്നുകിൽ മനുഷ്യത്വത്തെ വിലവലിക്കണം. മനുഷ്യത്വത്തെ, ഇയാളൊരു മനുഷ്യനാണല്ലോ, ജീവനെ വില വെക്കണം. അയാൾ ഏത് മതക്കാരനായാലും ശരി, ആ മനുഷ്യന്റെ ജീവന്. പ്രായത്തെ വില വെക്കണം, സ്ത്രീകളെ വില വെക്കണം, കുട്ടികളെ വില വെക്കണം. ഇതൊന്നും പാലിക്കാൻ പഠിപ്പിക്കപ്പെടാത്ത തത്വശാസ്ത്രങ്ങൾ, മതങ്ങൾ, ഇസങ്ങൾ ലോകത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ അനുഭവസ്ഥരാണ്. ഒരു മനുഷ്യത്വത്തിന്റെ യാതൊരു ദയം തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു ചിന്താഗതിയും തലയിലേക്ക് കയറിയിട്ടില്ലാത്ത ഒരു തരം വർഗം. ഒരുപക്ഷെ കാട്ടുമൃഗങ്ങൾ വരെ, ഹിംസ്ര ജന്തുക്കൾ വരെ ഈ വിധത്തിൽ പെരുമാറില്ല. അവ വിശക്കുമ്പോഴേ വേട്ടയാടാറുണ്ട്. സിംഹത്തിന്റെയും പുലിയുടെയും മുമ്പിലൂടെയൊക്കെ മാനും മുയലും ഒക്കെ ശാന്തമായി നടന്നു പോകാറുണ്ട്. കിടക്കുന്ന സിംഹം ഒന്ന് കണ്ണു തുറന്നു നോക്കും, മയിൽ പിന്നെ മാനാണ്, അപ്പയ്യ പോയിക്കോ, എനിക്കിപ്പോ എന്നെ വേണ്ടതില്ല എന്ന മട്ടിൽ കണ്ണടച്ചവിടെ കിടക്കാറാണ്. കുട്ടികളുടെ മാനം പിച്ചു ചീന്തുക, മദ്രസയിൽ പോകുന്ന കുട്ടികളെ പിന്നെ വെട്ടിക്കൊല്ലുക, എന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക, താൻ എന്തോ തനിക്ക് കിട്ടിയ ട്രെയിനിങ് ഒക്കെ പൂർത്തീകരിച്ചു എന്ന് ആരുടെയൊക്കെയോ മുമ്പിലോ സമർത്ഥിക്കാൻ വേണ്ടി. ഞാനത് വിശദീകരിക്കുന്നില്ല.
കാരണം എനിക്ക് ആ അതിനെ പർവ്വതീകരിച്ച് പറഞ്ഞിട്ടൊരു ഭയാനകമായ രംഗത്തേക്ക് എത്തേണ്ടതുമില്ല. ആ തരം ആളുകളുടെ ചെയ്തികളെ മൃഗീയമാണ്, ബീഭത്സമാണ് എന്ന് പറയാൻ ഏറെ കഥകൾ പറയേണ്ട സാഹചര്യമില്ല. ആ തരം മനുഷ്യർക്ക് കടിഞ്ഞാണിടാൻ കടപ്പെട്ടവർ അത് ഇടാതിരിക്കുന്ന ഒരു നേരത്ത് അവരെ പിടിച്ചു നിർത്താൻ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ വേണ്ടിവരും എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പഠനം. അങ്ങനെ തന്നെയാണ് ഖുർആൻ സൂറത്തുൽ ഹജ്ജില് ഈ വിഷയം അവതരിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ് ലോകത്ത് ആ നീതി എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ അത്. സഭകൾ തമ്മിലോ ജാതികൾ തമ്മിലോ അടികൂടുന്ന സാഹചര്യങ്ങളിൽ മാറ്റി നിർത്തിയിട്ട് മനുഷ്യനായി ജീവിക്കട്ടെ, അവൻ ഇഷ്ടമുള്ള മതമോ ജാതിയോ ആയിക്കോട്ടെ, അവന്റെ ആചാരങ്ങളും ആയിക്കോട്ടെ എന്ന സ്വാതന്ത്ര്യം നൽകാൻ തന്നെയാണ് ഇസ്ലാമും ഇസ്ലാമിക ഭരണാധികാരികളും തയ്യാറായിട്ടുള്ളത്. ആ അർത്ഥത്തിനാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ ആയത്ത് മനസ്സിലായില്ലേ? ജിഹാദിന് തയ്യാറാവുക എന്ന് പറഞ്ഞതിന്റെ പിറകെ നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുക എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അത് കടം എന്ന വിധത്തിൽ അവതരിപ്പിച്ചത് എന്താ? തിരിച്ചു കിട്ടും എന്ന മട്ടിൽ കൊടുക്കുമ്പോ മനുഷ്യന്റെ മനസ്സിൽ മറ്റൊരു ചിന്താഗതിയാണ് ഉണ്ടാകുക, വെറുതെ കൊടുക്കുന്നേക്കാളേറെ. ആ മാനുഷിക വശത്തെ മനസ്സിന്റെ ആ വശത്തെ ഉപയോഗപ്പെടുത്തുന്നേ അതുകൊണ്ട് ഒരു കടമായി കണക്കാക്കിക്കോളൂ നിങ്ങള്. പക്ഷെ തിരിച്ചു തരും. എങ്ങനെ? ഇരട്ടിയായി തിരിച്ചു തരും. ഇവിടെയോ? ആഖിറത്തിൽ മാത്രമോ? ഇവിടെ അടക്കം തിരിച്ചു തരികയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദിന് സാമ്പത്തിക ബാധ്യതകളുണ്ട്. ആ സാമ്പത്തിക ബാധ്യതകൾ കണക്കാക്കാൻ തയ്യാറാക്കാനും നിങ്ങളെ കൊണ്ട് സാധ്യമാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചതാണ്. ഇനി ഒരു കാര്യം, നമ്മുടെ പൂർവികന്മാർ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ കണ്ടില്ലേ നിങ്ങള്? ഏക്കർ കണക്കിന് ഭൂമികള്, അവർക്ക് മക്കളും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളും ഇതൊക്കെ. ഇന്നത്തെ പോലത്തെ ഈ പിന്നെ ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടം ഒന്നും ഉണ്ടായില്ല എന്ന് വരും. മൊബൈൽ ഫോണും പിന്നെ ബൈക്കും ഒന്നും വേണ്ടിയിട്ടുണ്ടാവില്ല, കാളയും പോത്തൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും അവരും ജീവിതം ആസ്വദിക്കുന്നവർ തന്നെയായിരുന്നു. എന്നിട്ട് ഏക്കർ കണക്കിന് ഭൂമികൾ അവര് വഖഫ് ചെയ്തു വെച്ചു. പലതിനും വഖഫ് ചെയ്ത കൂട്ടത്തിൽ പള്ളികൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഏക്കർ കണക്കിന് ഭൂമികള്, പിന്നെ അവർ കുറെ ഏക്കർ കണക്കിന് ഭൂമികൾ വഖഫ് ചെയ്തു. ഇനി ജനിച്ചു വരുന്ന, വളർന്നു വരുന്ന, വികസിക്കുന്ന ഈ സമൂഹത്തിലെ ആളുകളുടെ മയ്യത്തുകൾ മറമാടാൻ അന്നൊരു പക്ഷേ തെരഞ്ഞു നടന്നാൽ ഭൂമി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമികൾ നൽകിയവർ. പറ്റി ഓർമ്മിക്കുമ്പോ എന്തൊരു രോമാഞ്ചാന്നറിയോ, എന്തൊരു സ്നേഹാന്നറിയോ, എന്തൊരു വിശാലമായ ചിന്തയാണത്. അലഞ്ഞു നടക്കുന്ന കാലികൾക്ക് വെള്ളം കുടിക്കാൻ മരം കൊണ്ടുണ്ടാക്കിയ പിന്നെ വെള്ളത്തൊട്ടികള്, അതിൽ വെള്ളം ഒഴിച്ചു വെക്കുക. ആളുകൾ കടന്നു പോകുന്ന വഴികളിൽ കുഴിയിൽ വീഴാതിരിക്കാൻ, പിന്നെ ഈ ഇടവഴികളിൽ വീണു പോകാതിരിക്കാൻ വിളക്കുമാടകൾ ഉണ്ടാക്കി അവിടങ്ങളിൽ വിളക്കുണ്ടാക്കി വെച്ചവർ. ദീർഘമായ വയലേലുകളിലൂടെ നടന്നു പോകേണ്ട സന്ദർഭങ്ങളിൽ ആ ചുമടും താങ്ങി പോകുന്ന ആളുകൾക്ക് ചുമടിറക്കി വെക്കാൻ വേണ്ടി ചുമടുതാങ്ങികൾ ഉണ്ടാക്കിയവർ. ആ വയലേലകളുടെ നടുക്ക് ഒരു ചെറിയ കുഴി കുത്തി ആ കുഴിയിൽ തെങ്ങിന്റെ കാതൽ നല്ല പിന്നെ കട്ടിയുള്ള കൊണ്ടുവന്ന് നിറത്തിയിട്ട് അതിന്റെ മേലെ പലകയടിച്ചിട്ട് നിസ്കാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവർ, അതിൽ വെളിച്ചം വെച്ചവർ. ആരായിരുന്നു അവര്? ആരും അവരുടെ പേരുകളൊന്നും എവിടെയും എഴുതി വെച്ച് കാണുന്നില്ല. പക്ഷെ മനസ്സ് നിറയെ ആദരവാണ് ആളുകളെ പറ്റി കാണുമ്പോൾ. എനിക്കിഷ്ടമായി വയലുകളിലൂടെയും ഇതിലെയും നാട്ടുമ്പുറത്തിലും ഇങ്ങനെ നടന്നു പോകാൻ. അവിടങ്ങളിൽ കാണാം ഇത്തരം അടയാളങ്ങൾ കാണാം. ഏതോ നല്ല മനുഷ്യൻ ചുമടും താങ്ങിപ്പോകുന്നവന് ഭാരമിറക്കി വെക്കാൻ ഉണ്ടാക്കി കൊടുത്ത ചുമട് താങ്ങി, അലഞ്ഞു നടക്കുന്ന പിന്നെ കാലികൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളത്തൊട്ടികൾ ഉണ്ടാക്കി വെച്ചവർ എന്തെല്ലാം ചെയ്തു വെച്ചു. എങ്കിൽ ഇനി എന്റെ നേരെ ഞാൻ വിരൽ ചൂണ്ടട്ടെ, എന്തുണ്ട് എനിക്ക് പറയാൻ? എന്റെ വരും തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു വെച്ചിട്ടാ പോണത് എന്ന് പറയാൻ പലപ്പോഴും ശൂന്യമാണല്ലേ. ഞാൻ എന്റെ കഥയാണ് ഈ പറയുന്നത്. ആയില്ല, എന്തൊക്കെയോ അങ്ങനെയൊക്കെ ആയുള്ളൂ പലപ്പോഴും. ഒരുപക്ഷെ എനിക്കൊരു മാക്സിമം പറയാൻ പറ്റുന്നവ എന്റെ മഹേഷത്തിന്റെ ഭാഗമായി ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളോ കണ്ടെത്തിയ അറിവുകളോ പകർന്നു കൊടുത്തവ ഇതായിരിക്കും പറയാനുണ്ടാവുക. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, പോകും മുമ്പേ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു പുഴ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടിക്കൊടുക്കടോ, ഒരു കിണറുണ്ടാക്കാൻ പറ്റുമെങ്കിൽ കിണറുണ്ടാക്കി കൊടുക്കടോ, പക്ഷികൾക്കും പറവകൾക്കും പിന്നെ തിന്നാനും തണലേകാനും പറ്റുന്ന 4 മരം വെച്ച് പിടിപ്പിക്കടോ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ആവുന്നില്ല. അവനാന്റെ പറമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പില് ഒഴിവുള്ള സമയത്ത് പോയിട്ട് 4 പിന്നെ പ്ലാവോ മാവോ അതുപോലത്തെ കുഴിച്ചിട്. പേരമക്കൾക്ക് ഉപകാരപ്പെടട്ടെ, പറവകൾക്ക് ഉപകാരപ്പെടട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. നമ്മൾ മടിയന്മാരായിട്ടുണ്ട് സത്യത്തിൽ.
ഒരുങ്ങണം, മാറണം. അതാണ് ഇപ്പൊ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന കടങ്ങൾ. ഇനി ഞാൻ ഇന്നിവിടെ പറയേണ്ട ഈ ആയത്ത് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല, ഈ രണ്ടായത്തുകളും ബാക്കി പറയേണ്ടതുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങി ബ്രേക്ക് ആയ ഒരു വിഷയം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ജിഹാദ് ചെയ്യണം എന്ന് പറയുമ്പോഴേ അതിന് അതിൻ്റെതായ ചില നിബന്ധനകൾ ഉണ്ട് എന്ന് കൂടി ഓർമ്മിക്കുക. അത് ഇന്ന് ഞാൻ പറയണം. 3 മിനിറ്റേ ഉള്ളൂ ക്ലാസ് തീരാൻ. എന്താന്ന് പറഞ്ഞാല്, നമസ്കരിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞ നേരെ പോയിട്ട് തക്ബീർ ഇട്ടറ അല്ലല്ലോ. അതിന്റെ ചില ഷർത്തുകളും ഫർദുകളും ഉണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ്. അതേപോലെ ഖിതാലിന്റെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഒരു ജിഹാദ് നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു 13 കൊല്ല കാലഘട്ടത്തിന്റെ ക്ഷമയുടെ ശേഷമാണ്, സഹനത്തിന്റെയും ഒരു പലായനത്തിന്റെയും ശേഷമാണ് ഇസ്ലാമിൽ ഒരു ജിഹാദിന്റെ രംഗം വരുന്നുള്ളൂ. നമ്മളും അതുപോലെ തന്നെ കാത്ത് അങ്ങനെ തന്നെ ആ ഘട്ടങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ദഅവത്ത് നടന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഒരു ദഅവത്ത് തന്നെ എന്താണ് ഇസ്ലാം എന്നും ഇസ്ലാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നും ഈ കാണപ്പെടുന്ന ചപ്പടാച്ചികൾ, ജാറങ്ങളും മക്കാബുകളും ഈ മതത്തിന്റെ ആളുകൾ ഉണ്ടാക്കി തീർത്ത ഈ പുകമറ ഉണ്ടല്ലോ, ഇസ്ലാം എന്ന മട്ടിൽ ഇവർ ഉണ്ടാക്കി തീർത്ത ഈ പുകമറകൾ, ആ പുകമറകൾ അല്ല ഇസ്ലാം എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അതിന്റെ ശേഷമാണ് ജിഹാദിന്റെ സന്ദർഭം വരുന്നത്. അതാണ് ശരിക്കും ഏറ്റവും ആവശ്യമായി വരുന്നത്. എന്താണ് തൗഹീദ്? ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അള്ളാനെ, ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനെ, ആളുകൾ ഭയപ്പെടുന്നു ഇസ്ലാമിക സംസ്കാരത്തെ, ആളുകൾ ഭയപ്പെടുന്നു ഇസ്ലാമിക സംഘടിത ശക്തികളെ. ആ തെറ്റിദ്ധാരണകൾ മാറിയിട്ട് എന്താണ് ഇസ്ലാം, ഇസ്ലാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന പ്രോപ്പഗണ്ട, ആ പ്രചരണം, അതാണ് ഒരു ജിഹാദിന്റെ മുമ്പിൽ ആദ്യമായി നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യം, ഒരു ഷർത്ത്. ഞാനത് മുഴുവനായി വിശദീകരിക്കില്ല, അത് അതിൻ്റെതായ ടോപ്പിക്കാണ്. മറ്റൊരു വിഷയം, പ്രതിരോധത്തെ പറ്റി പറയുന്ന സമയത്ത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും റേഷ്യോ, അനുപാതം ഒന്നുകിൽ ആദ്യം പറഞ്ഞു, അത് സൂറത്തുൽ അഹ്സാബിലെ 65-ാമത്തെ, അൻഫാലിലെ 65-ാമത്തെ ആയത്താണ്. 1:20 എന്ന തോതിൽ നിങ്ങൾ തിരിച്ചടിക്കണം. മനസ്സിലായില്ല? അതായത് ഇന്ത്യയെ പറ്റിയല്ല ഈ ഇന്ത്യയിൽ ഈ സാഹചര്യം ഇല്ല. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഈ ഒരു ചുറ്റുപാടേ ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ്, ഭയപ്പാടല്ല. അപ്പൊ ഒരു മുസ്ലിം രാജ്യം ഒരു അമുസ്ലിം രാജ്യത്തെ, ഒരു അമുസ്ലിം പ്രദേശത്തുള്ള ആളുകൾ അക്രമം കാണിക്കുന്ന സമയത്ത് അവർക്ക് നേരെ പ്രതികരിക്കേണ്ടത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഖുർആന്റെ മറുപടി എന്താന്ന് പറഞ്ഞാൽ, ആദ്യം ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ 10 ഇരട്ടി വരുന്ന ആളുകളോട് വരെ നിങ്ങൾ ഏറ്റുമുട്ടാൻ ബാധ്യസ്ഥരാണ്. 10 ഇരട്ടി. അപ്പൊ മുസ്ലിങ്ങൾ എണ്ണ എത്രയാണ്? 100, ശത്രുക്കളോ 1000. ശരി, നിങ്ങൾ ഏറ്റുമുട്ടണം എന്ന് പറഞ്ഞു. പിന്നീട് അള്ളാഹു പറഞ്ഞു, വേണ്ട, 10 ഇരട്ടിയൊക്കെ വരുന്നവരോട് ഏറ്റുമുട്ടി ജയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു തെക്കിലീഫാണ്, വല്ലാത്തൊരു ബാധ്യതയാണ്. നിങ്ങൾ 1 ഇരട്ടിയെങ്കിലും നിങ്ങളെക്കാൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടാൻ തുല്യരാവാൻ കാത്തു നിൽക്കേണ്ടതില്ല. അപ്പൊ ശത്രുവിന്റെ എണ്ണം മുസ്ലിങ്ങളുടെ എണ്ണത്തെക്കാൾ 1 ഇരട്ടിയെങ്കിലും കൂടുതലുള്ള സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ ആകെയുള്ള ശത്രുക്കളുടെ പാതിയെങ്കിലും മുസ്ലിങ്ങളുള്ള സന്ദർഭത്തിൽ മാത്രമാണ് ഒരു ജിഹാദ് ഇസ്ലാമിൽ കൽപ്പിച്ചിട്ടുള്ളൂ. ഇതെന്തിനാ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞത്? ഈ ക്ലാസ്സുകളൊക്കെ അല്ലാതെ മറ്റുള്ളവർക്ക് ദുരുപയോഗപ്പെടുത്താൻ സാധിക്കത്തേക്കാന്ന വാക്കുകളാന്നുള്ള ബോധമൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇത് ഞാൻ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, ഇന്ത്യയുടെ പശ്ചാത്തലത്തെയോ മറ്റോ സൂചിപ്പിച്ചുകൊണ്ടേ അല്ല ഈ പറയുന്നത്. നമ്മൾ അറിയേണ്ടത് ജിഹാദിന് അതിൻ്റെതായ ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്തെ മുസ്ലിങ്ങള് അവരോട് അക്രമം നടത്തുന്ന മറ്റൊരു നാടിനെ ആക്രമിക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്ന് പറയുമ്പോഴേ ഈ മുസ്ലിം രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ എണ്ണം ആ ശത്രുത കാണിക്കുന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ പകുതിയെങ്കിലും വേണം, പകുതിയെങ്കിലും പേര് വേണം. അതിലും കുറവാണെങ്കിൽ അവിടെ ജിഹാദ് ഇല്ല. ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് സമയമായില്ലെങ്കിൽ നിസ്കാരമില്ല എന്ന് പറയുന്നത് പോലെ. ഞാനത് കുറച്ചുകൂടി വേണമെങ്കിൽ അടുത്ത ആഴ്ചയിൽ വിശദീകരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ജിഹാദിന് സമയമായി, എന്താണ് കാത്തിരിക്കുന്നത്, നിങ്ങൾ ഭീരുക്കളാണ്, അങ്ങനെ ഇങ്ങനെ തുടങ്ങി വല്ലാതെ വാചാലമായി സംസാരിക്കുന്ന പലരോടും ചോദിച്ചു, ഇതിന് ചില നിബന്ധനകളൊക്കെ ഇല്ല ഇസ്ലാമില്. അങ്ങനെ ഒരു വിഷയം ഇവർക്കാർക്കും അറിയില്ല. വാചാലമായി പറയുന്ന കേട്ടപ്പോൾ തോന്നി എന്തൊക്കെയോ കോപ്പുണ്ട്, അതൊന്നും അറിയില്ല. ഖുർആനിൽ ആയത്തെടുക്കുന്നു, ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയെന്നല്ലാതെ ഖുർആൻ ഈ വിഷയകമായി പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന അതിന്റെ ആദാബുകൾ, ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഒന്നും അറിയാതെയുള്ള ഒരു ഖാതിലു ഫീ സബീലില്ലാഹ് എന്ന ഭാഗത്തേക്ക് പോവാതിരിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്,
നിങ്ങളിൽ തീരെ മതബോധമില്ലെങ്കിൽ നിങ്ങളെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല, ആരും തെരഞ്ഞു വരില്ല. നിങ്ങൾ ലേശം ഒരു മതബോധത്തോടു കൂടിയൊക്കെ ജീവിക്കുന്ന സന്ദർഭം കാണുമ്പോഴാണ് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാനോ ബ്രെയിൻ വാഷ് ചെയ്യാനോ വല്ലവരും ശ്രമിച്ചിട്ട് പറയാ ഇങ്ങനൊക്കെ ആയാ പറ്റുമോ, കണ്ടില്ല അവിടെ, കണ്ടില്ല ഇവിടെ, കണ്ടില്ലേ അതാണ്, കണ്ടില്ലേ ഇതാണ് എന്നെല്ലാം കൂടി പറഞ്ഞു വെക്കുന്ന ഇതുണ്ടാവുക. അപ്പോ ആ അത്തരം ആളുകൾ സമീപിക്കുന്ന നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ജിഹാദിന് നാം ബാധ്യസ്ഥരാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയില്ല എന്ന് പടച്ചവന് പ്രതിജ്ഞ കൊടുത്തവരുമാണ് ഞങ്ങളൊക്കെ. അങ്ങനെ ഒരു ഷഹാദത്തിന് വേണ്ടി വന്നാൽ ആ ഷഹാദത്തിന്റെ സമയത്ത് നിന്ന് വിട്ടു നിൽക്കുകയുമില്ല, ഇത് ഉറപ്പാണ്. പക്ഷേ ഇസ്ലാമിൽ ഒരു ജിഹാദ് നിർബന്ധമായി തീരാൻ ആവശ്യമായ നിബന്ധനകൾ എന്തൊക്കെയാണ്, ഷുറൂത്തുകൾ? ആ ഷുറൂത്തുകൾ പിന്നെ സംജാതമായോ? എന്താണ് അതിനെപ്പറ്റി നിങ്ങൾ വിശദീകരണം എന്ന് ചോദിച്ചു നോക്കാനുള്ള ഒരു തന്റെ മാർജവും ഈ ആയത്ത് പഠിച്ചാൽ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. ഇത്രേ പറഞ്ഞു അവസാനിപ്പിക്കാൻ. എന്താ ഖുർആൻ പഠിച്ചാൽ കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത്? പല ആശയങ്ങൾ, പല വാദങ്ങളും, അതാണ് ഇപ്പൊ വേണ്ടത്, ഇതാണ് ഇപ്പൊ വേണ്ടത്, അങ്ങനെയാണ്, മറ്റേ തെറ്റാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ തലച്ചോറിന് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സമാധാനപരമായി എന്താണ് ശരിയുടെ രീതി എന്നോ ശരിയുടെ മാർഗത്തിലേക്ക് ഏത് വിധത്തിലാണ് പോവേണ്ടത് എന്ന വിഷയം ഖുർആൻ നമുക്ക് വഴി കാണിച്ചു തരും. ആ ഖുർആന്റെ കൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമാധാനവും ആശ്വാസവും ഉണ്ടാകും. അപ്പോ ഒന്നാമത്തെ ആയത്തില് അള്ളാഹു നിശ്ചയിച്ച ബാധ്യതകൾ നിർവഹിക്കാതെ മരണത്തെ പേടിച്ചുകൊണ്ടോ നാശം വരുമെന്ന് പേടിച്ചുകൊണ്ടോ വിട്ടുനിന്നാൽ ആ നാശം വരാതിരിക്കില്ല. അള്ളാഹു നമ്മളെ മാറ്റി മറ്റാരെങ്കിലും ആ സ്ഥാനത്ത് കൊണ്ടുവരും. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജിഹാദ് ചെയ്യുക എന്നൊരു ചുമതല അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതിന്റെ നിബന്ധനകളും പാലിക്കപ്പെടേണ്ട മര്യാദകളും ഖുർആനും ഹദീസും വിശദീകരിച്ച് തന്നവ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും മാത്രമേ ഈ തരം ആയത്തുകളെ പറ്റി പറയാനും സംസാരിക്കാനും പാടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷം തോന്നാറുണ്ട്. അവസാനിപ്പിക്കാൻ സമയമായി. ഹറമിലൊക്കെ തവാഫിന് വന്ന ആളുകൾ 29-ാം രാവിന്റെയോ 27-ാം രാവിന്റെയോ ഒക്കെ സന്ദർഭങ്ങളിൽ അവർ ചെയ്തു വെച്ച സംവിധാനങ്ങൾ കൊണ്ട് തവാഫ് ഉദ്ദേശിക്കുന്ന ഉംറ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നേരെ മതാഫിൽ എത്തിപ്പെടാൻ സാധിച്ചു. അൽഹംദുലില്ലാ. എത്രയാണ് ജനങ്ങൾ, എത്രയാണ് ജനലക്ഷം, ഏതെല്ലാം ഭാഗത്തു നിന്ന് വന്നവരാണ്, എവിടുന്നെല്ലാം വന്ന ആളുകൾ, ഏതെല്ലാം വിധത്തിൽ വന്നവര്, ഒരേ മുദ്രാവാക്യം ഒരേ വാക്കുകളും പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടി. നിങ്ങൾ കണ്ടില്ലേ ആ ചിത്രം? ഇഹ്റാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഹറമിന്റെ ചുറ്റും വെള്ള വസ്ത്രധാരികളായി സുജൂദിൽ വീണിരിക്കുന്ന രംഗം. അഭിമാനം തോന്നുന്നു ഈ കൂട്ടത്തിൽ ഒരാളെ എത്തിരാൻ സാധിച്ചത്. ആ അഭിമാനം മുഴുവൻ പടച്ചവൻ തന്ന ഔദാര്യമാണെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തോടൊപ്പം, ഈ ആദർശത്തോടൊപ്പം ജീവിക്കും. ഈ ആദർശത്തോടൊപ്പം മരിക്കേണ്ടി വരുമ്പോൾ മരിക്കുകയും ചെയ്യും. അറിയേണ്ടവയൊക്കെ അറിഞ്ഞു വെക്കും. ബോധമുള്ള മുസൽമാനായി ജീവിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ആഴ്ച കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.